മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ പുരോഗതി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ഗ്രാമങ്ങളായിരിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗ്രാമങ്ങൾ കൂടുതൽ വികസിപ്പിക്കാനാണ് പുതിയ രാജ്യം തുടങ്ങുമ്പോൾ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാനും കുറെ കാലം ഈ ഐഡിയ വിശ്വസിച്ച ഒരാളാണ്. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ തലശ്ശേരി എന്ന് പറഞ്ഞൊരു ടൗണിലാണ്. അപ്പോൾ ആ കാലത്തൊക്കെ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ തലശ്ശേരി ഒരു വലിയ വികസിതമായിട്ടുള്ള ഒരു പട്ടണമാക്കുക, ഒരു സിറ്റി ആക്കുക, ഒരു മെട്രോ സ്റ്റേഷനും മെട്രോവും ഒക്കെ ഉള്ള ഒരു വലിയൊരു പട്ടണമാക്കി മാറ്റുക എന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു കുറെ കാലം. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ലോകത്തുള്ള വികസിത രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് സിറ്റികളും കുറേയധികം വില്ലേജസും ഒക്കെ ആയിരിക്കും ഗ്രാമങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ രാജ്യം മുഴുവൻ സിറ്റിയും മുഴുവൻ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പട്ടണങ്ങളും ഒന്നും അല്ല ഉണ്ടാവുക. അപ്പോ നമ്മളുടെ ലക്ഷ്യം കേരളം മുന്നോട്ടേക്ക് പോകുമ്പോൾ കേരളം മുഴുവൻ വികസനം കൊണ്ടുവരിക എന്നുള്ളതിന് പകരം രണ്ടോ മൂന്നോ സിറ്റികൾ ഉണ്ടാക്കുക, വലിയ സിറ്റികൾ ഉണ്ടാക്കുക. ബാക്കി ഗ്രാമങ്ങൾ അതേപോലെ തന്നെ വെക്കുക. അവരുടെ ആവശ്യങ്ങളും ഒക്കെ നമ്മൾ നോക്കണം. പക്ഷേ സിറ്റികളായിരിക്കണം കേരളത്തിന്റെ എൻജിൻസ് ഓഫ് ഗ്രോത്ത്, അല്ലെങ്കിൽ കേരളം മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ പവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം. നയദൃഷ്ടി പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സോണൽ. എൻ്റെ കൂടെയുള്ളത് ആനന്ദ്. നയനിധി പോളിസി കളക്റ്റീവ് എന്ന് പറയുന്ന കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു തിങ്ക് ടു ടാങ്കിന്റെ കോ-ഫൗണ്ടേഴ്സ് ആണ് ഞങ്ങൾ രണ്ടുപേരും. ഇന്ന് നയദൃഷ്ടിയുടെ ഈ പോഡ്കാസ്റ്റിലൂടെ ഞങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് അർബണൈസേഷൻ എന്നുള്ളതാണ്. കഴിഞ്ഞ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷമായിട്ട്, ഓൾമോസ്റ്റ് 2 വർഷമായെന്ന് തോന്നുന്നു, ആനന്ദ് ബാംഗ്ലൂരിലാണ് താമസം. ആനന്ദ് ബാംഗ്ലൂരിലോട്ട് മാറിയതിന് ശേഷം അർബണൈസേഷനെ പറ്റി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇടയ്ക്ക് അർബണൈസേഷനെ പറ്റിയുള്ള ബുക്ക് വായിക്കും. ബാംഗ്ലൂരിന്റെ സ്റ്റാർട്ടപ്പ് കൾച്ചറിനെ പറ്റിയൊക്കെ ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കും. അപ്പോൾ അങ്ങനെ ഞാനും കുറേയും കൂടെ അർബണൈസേഷനെ പറ്റി ചിന്തിക്കാനും ആനന്ദിന്റെ അടുത്ത് കേൾക്കാനൊക്കെ ഇടയായി. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ നമ്മുടെ ഉദ്ദേശം എന്താണ് അർബണൈസേഷൻ, അർബണൈസേഷൻ കൊണ്ട് ഗുണം എന്താണ്, ബാംഗ്ലൂർ പോലത്തെ സിറ്റികൾ എങ്ങനെയാണ് ഇന്ത്യക്ക് യൂസ്ഫുൾ ആവുന്നത്, കേരളത്തിലും നമുക്ക് അങ്ങനത്തെ സിറ്റീസ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നതിന് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പം എന്താണ് ആനന്ദ്, ബാംഗ്ലൂർ പോയതിനു ശേഷം എന്താണ് നിനക്ക് വരുന്ന വ്യത്യാസം എന്താണ്? ബാംഗ്ലൂരിൽ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് സിറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയ രാജ്യത്ത് പോയി കഴിഞ്ഞാലും പുതിയൊരു സംസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാലും എനിക്കെപ്പോഴും ഇഷ്ടം അവിടുത്തെ സിറ്റികൾ എക്സ്പ്ലോർ ചെയ്യാനാണ്. സിറ്റികളാണ് സിറ്റികളിലാണ് നമുക്ക് പല എക്സ്പീരിയൻസസും എൻജോയ് ചെയ്യാൻ പറ്റുക, പല ആൾക്കാരെയും കാണാൻ പറ്റുക, പല കൾച്ചറും പല ഫുഡും ടേസ്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതൊക്കെ എപ്പോഴും നല്ലത് സിറ്റികളാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ റീസെന്റ് ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ഞാൻ അൺബോക്സിംഗ് ബംഗളൂരു എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചിരുന്നു. അത് മാലിനി ഗോയൽ എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റും പ്രശാന്ത് പ്രകാശ് എന്ന് പറഞ്ഞൊരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും കൂടി എഴുതിയ ഒരു പുസ്തകമാണ്. അത് ബാംഗ്ലൂരിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സിറ്റിയായി മാറിയത്. ഒരു ടെക്നോളജിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ബാംഗ്ലൂർ, ഇന്ത്യയിലും ലോകത്തിലും തന്നെ. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാംഗ്ലൂരിന്റെ സോഫ്റ്റ്വെയർ എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ ഹാർഡ്വെയർ കംപ്ലീറ്റ്ലി പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ബാംഗ്ലൂരിൽ ഒരു പ്രാവശ്യം ഉം. വന്നവർക്കൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും. കാരണം ബാംഗ്ലൂരിന്റെ ട്രാഫിക് ഭയങ്കര മോശമാണ്, ഇൻഫ്രാസ്ട്രക്ചർ മോശമാണ്, റോഡുകൾ മോശമാണ്. പക്ഷെ എന്നാലും എന്തോ ഒരു സാധനം ബാംഗ്ലൂരിനുണ്ട്. കാരണം അതുകൊണ്ടാണ് ഇത്രയും പേര് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. കേരളത്തിൽ നിന്ന് തന്നെ കുറെ പേര് ബാംഗ്ലൂരിലേക്ക് മൂവ് ചെയ്യാറുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്ന്, തെലങ്കാനയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് എല്ലാവരും ഉം. അട്രാക്ട് ചെയ്യുന്ന എന്തോ ഒരു സാധനം ബാംഗ്ലൂരിന് എപ്പോഴും ഉണ്ട്. ആ ഒരു സാധനം എന്താണെന്നുള്ളതായിരുന്നു ഞാൻ എപ്പോഴും അന്വേഷിച്ചിരുന്നത് ബാംഗ്ലൂരിൽ വന്നതിന് ശേഷവും. അപ്പോ ഉം. 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 അത് ജനറലി എല്ലാ സിറ്റികൾക്കും ഉള്ള കുറച്ച് കാര്യങ്ങളാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ അത് മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചത് വേറൊരു പുസ്തകമാണ്, ട്രയംഫ് ഓഫ് ദ സിറ്റി എന്ന് പറഞ്ഞ എഡ്വേർഡ് ഗ്ലേസർ എന്ന് പറഞ്ഞ ഒരു ഏർബൻ എക്കണോമിസ്റ്റ് എഴുതിയൊരു പുസ്തകമാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ പറയുന്ന മിക്കവാറും ഐഡിയാസും ഒക്കെ ഇൻസ്പയർഡ് ആയത് ആ പുസ്തകത്തിൽ നിന്നാണ്. Yeah. അദ്ദേഹം അതിൽ സിറ്റികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്, സിറ്റികൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ പുരോഗതിനെ നിർണ്ണയിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. Yeah. എന്റെ ഇപ്പൊ ആനന്ദ് പറഞ്ഞു, ആനന്ദ് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ആനന്ദിന് സിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനാണ് താല്പര്യം. ആനന്ദ് കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ കൊളംബോയും ബാങ്കോക്കും അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതിന്റെ അടിപൊളി പിക്ചേഴ്സ് ഒക്കെ ആനന്ദ് എടുത്ത് ഞങ്ങളെ കാണിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വളർന്നത് വയനാട്ടിലാണ്. വയനാട് നമ്മുടെ എല്ലാം മനസ്സിലൊരു
വളരെ ഗ്രീനായ, അത്ര കമേഴ്ഷ്യലി ടൂറിസം ഒന്നും ഇല്ലാത്ത ആഹ്, ഒരു ഒരു സാധാരണ ഒരു സ്ഥലമാണ്. ഞാൻ വളർന്നത് ഏർലി 2000s ലേറ്റ് 90s ആ സമയത്ത് വയനാട് ശരിക്കും വയനാടായിരുന്നു, റൈറ്റ്? അതായത് തണുപ്പുള്ള വയനാടായിരുന്നു. ഇപ്പം തണുപ്പൊക്കെ ഒത്തിരി കുറഞ്ഞു. വയനാട്ടിൽ അത്രയും വലിയ ഹോട്ടലുകളും അങ്ങനെ സംഭവങ്ങളൊന്നും അധികമൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ മൈസൂരോട്ട് പോകണം, അല്ലെങ്കിൽ കോഴിക്കോടോട്ട് വരണം. പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ കോഴിക്കോടാണ്. അല്ലെങ്കിൽ കല്യാണത്തിന് ഷോപ്പിംഗ് നടത്തണമെങ്കിൽ കോഴിക്കോട് വരണം. റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടാണ് ഉള്ളത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ അധികം ഡെവലപ്മെന്റ് നടക്കണ്ട. വയനാട് ഇങ്ങനെ തന്നെയൊക്കെ അധികം ഇൻഡസ്ട്രി ഒന്നും വന്ന് പൊല്യൂട്ടഡ് ഒന്നും ആവാതെ കിടക്കുകയാണെങ്കിൽ സന്തോഷം. കോഴിക്കോടൊക്കെ നമ്മൾ കുറച്ച് ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ആ ഒരു എനിക്കൊരു പൊസസീവ്നെസ് ആയിരുന്നു വയനാടിന്റെ ഈ ഇത് പോയിരുന്നത്. അപ്പൊ അതാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴും എനിക്ക് പോകാൻ ഇഷ്ടം മൗണ്ടൻസും അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രാന്തപ്രദേശമായ സ്ഥലങ്ങളിലാണ് എനിക്ക് പോകാൻ ഇഷ്ടം. റൈറ്റ്. ബട്ട് എനിവേ നമുക്ക് സിറ്റീസിനെ പറ്റി കൂടുതൽ സംസാരിക്കാം. എന്താണ് സിറ്റീസ് കൊണ്ടുള്ള യൂസ് എന്നുള്ളത് സംസാരിക്കാം. എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ സിറ്റീസ് വേണം, അല്ലെങ്കിൽ ആഹ്, അല്ലെങ്കിൽ വേണ്ട. എന്താണ് അതിന്റെ കാരണം എന്ന് നമുക്ക് സംസാരിക്കാം. സിറ്റീസിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ സിറ്റീസ് കൊണ്ടുള്ള യൂസിനെ പറ്റി സംസാരിക്കാനാണ് നമ്മൾ ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അവസാനം കേരളത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ആനന്ദിന്റെ അഭിപ്രായത്തിൽ എന്താണ് സിറ്റീസിന്റെ അഡ്വാൻറ്റേജസ്? സിറ്റികൾ പ്രധാനമായിട്ടും എക്കണോമിക്കലി നമ്മൾക്ക് ഗുണം ചെയ്യുന്ന സാധനമാണ്. അതായത് നമ്മളെ സാമ്പത്തികമായിട്ടൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ഇൻവെൻഷനാണ് സിറ്റികൾ എന്നൊക്കെ പറയാൻ പറ്റും. ഇതിലിപ്പോ നമ്മൾ പല എക്കണോമിസ്റ്റുകളും ഒക്കെ പറയുന്നത് മനുഷ്യരാശിയുടെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻവെൻഷനാണ് സിറ്റീസ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തൊക്കെയാണ് സിറ്റികളുടെ അഡ്വാൻറ്റേജ് തരുന്നത്, എന്തൊക്കെയാണ് ബെനിഫിറ്റ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളൊരു കാര്യമാണ്. Yeah. അപ്പോൾ ഈ ട്രയംഫ് ഓഫ് ദ സിറ്റി എന്നുള്ള പുസ്തകത്തിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. എഡ്വേർഡ് ഗ്ലേസർ പറയുന്ന സിറ്റികളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഭയങ്കര ബുദ്ധിയുള്ളതും അല്ലെങ്കിൽ ഭയങ്കര സ്കിൽസ് ഉള്ളതുമായിട്ടുള്ള ഒരു വർക്ക് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പുള്ളി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പൊ എത്ര ഉം, വലിയ സിറ്റിയാണോ, എത്ര കൂടുതൽ പേര് നിൽക്കുന്ന സിറ്റിയാണോ, അത്രയധികം മനുഷ്യന്മാരുടെ ഇന്റലിജൻസ് അവിടെ കൂടുതലായിരിക്കും എന്നും പുള്ളി പറയുന്നുണ്ട്. ഉം, ഐഡിയാസിന്റെ ഡൈവേഴ്സിറ്റി, ഇപ്പൊ കുറെ ഡിഫറെന്റ് ഡിഫറെന്റ് ആൾക്കാരൊക്കെ വരുന്ന സിറ്റികളാണെങ്കിൽ, കുറെ സ്റ്റേറ്റ്സ് നിന്നുള്ള ആൾക്കാർ, കുറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരുന്ന സിറ്റി ആണെങ്കിൽ അത്രയും ഡൈവേഴ്സ് ഐഡിയകളും അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള തോട്ട്സും ഒക്കെ ആയിരിക്കും അവരുടെ ആൾക്കാർക്കും ഉണ്ടാവുക, അതുവഴി ആ സിറ്റിക്കും ഉണ്ടാവുക. ഉം, അപ്പോ ഇങ്ങനെയുള്ള കുറെ സ്കില്ലുള്ള കുറെ മനുഷ്യരെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ ഉണ്ടാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഇതിനെക്കൊണ്ട് മിറക്കിളുകൾ വരെ സംഭവിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഉം, വേറൊരു പുസ്തകം ഞാൻ റീസെന്റ്ലി വായിച്ചത് ചിപ്പുവാർ എന്ന് പറഞ്ഞ ക്രിസ് മില്ലർ എന്ന് പറഞ്ഞ ആൾ എഴുതിയ ഒരു പുസ്തകമാണ്. എനിക്ക് തോന്നുന്നു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് പുസ്തകമാണ്. എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഒരു കഥ പോലെ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. എങ്ങനെയാണ് ഈ ഉം, സെമി കണ്ടക്ടർ ചിപ്പുകളൊക്കെ ഇപ്പൊ കാണുന്നത് പോലെ ആയത്, അതിന്റെ എവല്യൂഷനൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതാണ്. ഉം, അപ്പൊ അതിൽ കാലിഫോർണിയയുടെ കഥയും കൂടി അതിന്റെ ഭാഗമാണ്. കാലിഫോർണിയ എന്ന് പറയുമ്പോൾ ഈ സിലിക്കൺ വാലി എന്നൊക്കെ പറയുന്ന സ്ഥലം, അതിന്റെയൊക്കെ ഉം, കഥയും ഈ സെമി കണ്ടക്ടർ ചിപ്പിന്റെ കഥയുടെ ഭാഗമാണ്. അപ്പോൾ സിലിക്കൺ വാലി എങ്ങനെ ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മനുഷ്യന്മാരുടെ കഴിവും ഇന്റലിജൻസും ഒക്കെ ഒരുമിച്ച് വരുമ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് മനസ്സിലാവും. ഒരു പോയിന്റില് ഈ വില്യം ഷോക്ലി എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ആൾ അവിടെ പോയിട്ട് ഷോക്ലി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങി. 1956 അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഉം, ആള് സെമി കണ്ടക്ടേഴ്സിന്റെ പൊട്ടൻഷ്യലും അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള വേറൊരു കാരണം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും കാലിഫോർണിയയിലായിരുന്നു. അപ്പോൾ ഒരു റെഡി വർക്ക് ഫോഴ്സ് അയാൾക്ക് ഉണ്ടായിരുന്നു. ഉം, കാലിഫോർണിയ പോയി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഉം, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആ സമയത്ത് സ്റ്റാൻഫോർഡ് റിസർച്ച് പാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊരു റിസർച്ച് പാർക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഉം, സെമി കണ്ടക്ടേഴ്സും ഇലക്ട്രോണിക്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഷോക്ലി അവിടെ പോയിട്ട് ഷോക്ലി സെമി കണ്ടക്ടേഴ്സ് തുടങ്ങി. അദ്ദേഹം ആ ഉം, കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ബെസ്റ്റ് സയന്റിസ്റ്റുകളെ ഈ ഷോക്ലി സെമി കണ്ടക്ടേഴ്സിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഉം, അതിലുള്ള 8 പേര് ട്രെയിറ്ററസ് 8 എന്നാണ് അവരെ പറ്റി പറയുന്നത്. ചതിച്ച ഉം, 8 പേരെന്നോ അങ്ങനെ എന്തോ ആണ് ഉം, ട്രാൻസ്ലേഷൻ. അപ്പോ അവര് ഷോക്ലിന്റെ കൂടെ നിന്നുള്ളത് ഇത് ഒഴിവായിട്ട് ഫെയർ ചൈൽഡ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു ഓർഗനൈസേഷൻ തുടങ്ങി. അതുകൊണ്ടാണ് അവരെ ഉം. ട്രെയിറ്ററസ് 8 എന്ന് വിളിക്കുന്നത്. അപ്പോ ഓക്കെ. ഈ 8 പേര് ഫെയർ ചൈൽഡ് തുടങ്ങിയപ്പോൾ ഫെയർ ചൈൽഡ് കുറെ അധികം ഈ സെമി കണ്ടക്ടേഴ്സ് പുതിയതായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. പുതിയ ടെക്നോളജികൾ കൊണ്ടുവരാൻ തുടങ്ങി. അവര് ഈ സാധനം കുറച്ചും കൂടി പുഷ് ചെയ്തു. സെമി കണ്ടക്ടർ ടെക്നോളജി ഒക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ഇതിന്ന് റോബർട്ട് നോയ്സ്, ഗോർഡൻ മൂർ എന്ന് പറഞ്ഞ 2 പേര് കൂടിയിട്ട് ഇന്റൽ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഉം, നിങ്ങൾക്കറിയാലോ ഇപ്പൊ ഇന്റലാണ് ഏറ്റവും കൂടുതൽ ചിപ്പ്
ടെക്നോളജിയൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷൻ. ഉം, അതിനുശേഷം വേറെ കുറെ ഓർഗനൈസേഷൻസ് അവിടെ വന്നു. AMD എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഇതൊക്കെ ഉം, തുടങ്ങിയത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വന്നപ്പോഴാണ്. അവരവരുടെ ഉം, ഐഡിയാസ് ഷെയർ ചെയ്തു. അവരുടെ സ്കിൽസ് ഉം, ഷെയർ ചെയ്തു. അതുവഴി ഉം, പലരും ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു കമ്പനി തുടങ്ങി. അവിടുന്ന് ഉം, പിന്നെ അവർ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു കമ്പനി തുടങ്ങി. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഉം, ടെക്നോളജി മുന്നോട്ടേക്ക് പോകുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ സ്കിൽസ് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ഹ്യൂമാനിറ്റീനെ തന്നെ പ്രോഗ്രസ് ചെയ്യുന്നത്. ഉം, പിന്നെ അവിടെ കാലിഫോർണിയ സിലിക്കൺ വാലി ആയത് ഇങ്ങനത്തെ കുറെ കമ്പനീസ് വന്നപ്പോഴാണ്. ഇന്റൽ വന്നു. അതിനുശേഷം HP പോലത്തെ കമ്പനികൾ വന്നു. ആപ്പിൾ വന്നു. ആപ്പിളിനൊക്കെ ഉം, അപ്പോൾ വരാൻ സഹായിച്ചത് ഇവിടെ ഓൾറെഡി ഒരു ടെക്നോളജി ബൂമും കാര്യങ്ങളൊക്കെ ഉം, നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആൾക്കാരെ കിട്ടാൻ എളുപ്പമാണ്. ടെക്നോളജി കിട്ടാൻ ഉം, എളുപ്പമാണ്. ഗൂഗിൾ അവിടെ സ്റ്റാർട്ട് ഉം, ചെയ്തു. ഈ ട്രേറ്റർ ഉം, സൈറ്റിൽ തന്നെയുള്ള ഒരാളാണ് ആമസോണിനെ ഇനീഷ്യലി ഫണ്ട് ചെയ്തത്. വെഞ്ചർ ഉം, ക്യാപിറ്റലിസ്റ്റ് പോലത്തെ ഒരാളായിരുന്നു. അപ്പോ ഉം, ആമസോൺ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്നതെന്ന് പിന്നെ ഒരു വലിയ സിറ്റി അല്ലെങ്കിൽ ഒരു സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് മാറിയത് അങ്ങനെയാണ്. ഒരു ഉം, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് ഷെയർ ചെയ്യുക. അവിടുന്ന് മാറിയിട്ട് പുതിയ കമ്പനികൾ തുടങ്ങുക. വേറെ പുതിയ വെഞ്ചേഴ്സിലൊക്കെ പോവുക. അങ്ങനെയൊക്കെയാണ് ഉം, എനിക്ക് തോന്നുന്നു ഇതും മുന്നോട്ടേക്ക് പോകുന്നത്. സിറ്റികളാണ് ഇതിനൊക്കെയുള്ളൊരു നല്ലൊരു ലൊക്കേഷൻ. ഇപ്പൊ ബാംഗ്ലൂർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആദ്യം ഇൻഫോസിസും വിപ്രോ ഒക്കെ ആയിരുന്നു വന്നത്. അതിൽ നിന്നൊക്കെ ക്വിറ്റ് ചെയ്ത ഉം, ആൾക്കാർ വേറെ പല കമ്പനികളും സ്റ്റാർട്ട് ചെയ്തു. അല്ലെങ്കിൽ ഇൻഫോസിസും വിപ്രോ ഇവിടെ ഉള്ളതുകൊണ്ട് വേറെ പല IT കമ്പനികളും ബാംഗ്ലൂരിലേക്ക് വന്നു. ഉം. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു സിറ്റികള് ഹ്യൂമൻ റിസോഴ്സസിനെ കൊണ്ട് ബെനിഫിറ്റ് ചെയ്യുന്നതും, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ടെക്നോളജി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതും, അതുവഴി പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും, പുതിയ ഉം. എക്കണോമിക് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നതും, പുതിയ സാമ്പത്തികമായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാവുന്നതും, അതുവഴിയൊക്കെയാണെന്ന് തോന്നുന്നു നമ്മളെല്ലാവരും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നതും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. സോ ബേസിക്കലി ആനന്ദ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയാസിന്റെ ഒരു ഒരു അഗ്രിഗേഷൻ ഒരുമിച്ച് എല്ലാ ഐഡിയാസിന്റെ ആൾക്കാർ ലൈക് ആൾക്കാർ എന്ന് പറയും ഐഡിയാസ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഐഡിയാസ് ആണ് ആൾക്കാർ ഒരുമിച്ച് ഇങ്ങനെ ഒരു അഗ്രിഗേഷൻ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഒരു ഡെൻസ് ആയ സ്ഥലത്ത് സിറ്റി പോലത്തെ ഒരു സ്ഥലത്ത് വരുമ്പോഴാണ് ആ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയും അവർ കൊളാബറേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് വലിയ ഐഡിയാസ് ആയി മാറുന്നതും കമ്പനീസ് ആയി മാറുന്നതും അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് മാറുന്നതൊക്കെ നടക്കുന്നത് ആ രീതിയിലാണെന്നാണ്. ഇതെന്തുകൊണ്ട് ഒരു റൂറൽ ഏരിയയിൽ നടക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് സിറ്റീസ് തന്നെ ഇതിന് ആവശ്യമാണ്? നമുക്കൊരിപ്പം എന്താണ് അതിനകത്തുള്ള എന്താണ് അഭിപ്രായം? അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയാണ് ഇത്രയും ഡിഫറെന്റ് ആൾക്കാരെ, ഡിഫറെന്റ് ഐഡിയാസിനെ ഒരു ചെറിയൊരു സ്ഥലത്ത് ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഒരു വില്ലേജിൽ എന്തായാലും ആൾക്കാർ കുറവായിരിക്കും, കമ്പനികൾ കുറവായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഐഡിയാസ് ഒക്കെ ഉള്ളവർ ഒരു സ്ഥലത്ത് വരാനുള്ള സാധ്യത ഒരു വില്ലേജിൽ കുറവാണ്. സിറ്റികളാണ് ഉം, അതിനൊരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നത്. കുറെ കമ്പനികൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ ഒത്തുകൂടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളത് സിറ്റിയാണ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം ഇവൻ കൊച്ചിയില് ഇപ്പൊ നീ പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നു എന്റെ ലൈഫിലും ഇപ്പൊ കൊച്ചിയിലാണ് ഞാനുള്ളത്. അപ്പൊ കൊച്ചിയിലുള്ളപ്പം നമ്മൾ സോഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. ആം, അതേപോലെ സോഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന കുറെ ഓർഗനൈസേഷൻസ് കൊച്ചിയിലുണ്ട്. അടിപൊളി ഞങ്ങളെക്കാട്ടൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയ ഇഷ്ടംപോലെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. റൈറ്റ്? കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ യൂസ്ഫുൾ ആണ്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ഐഡിയാസ് എന്ന രീതിയിലും നമ്മുടെ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ യൂസ്ഫുൾ ആണ്. അപ്പം ഞാനിപ്പോ കൊച്ചിയിൽ നിൽക്കാനുള്ള കാരണം അപ്പൊ ഇപ്പൊ ഞങ്ങളെപ്പോലെ ആൾക്കാര് റൈറ്റ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ കൊച്ചിയിൽ വരുമ്പോ അത് ആസ് അസോസിയേറ്റ് റെസ്റ്റോറന്റ്സ് വരുന്നു. അപ്പൊ അടിപൊളി ഫുഡ് ഇവിടെ കിട്ടുന്നു. അല്ലെങ്കിൽ നമുക്ക് ഊബർ ഉണ്ട് കൊച്ചിയിൽ, സൊമാറ്റോ ഉണ്ട്, സ്വിഗ്ഗി ഉണ്ട്, മാൾസ് ഉണ്ട്, അടിപൊളി തിയേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് പോകാൻ കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. ആഹ് അപ്പം ആം, അതുകൊണ്ടൊക്കെ കൂടിയാണ് എല്ലാവരും ഇവിടെ വരുന്നതും വേറൊരു കാരണം കൂടെ റൈറ്റ്. അപ്പം അല്ലെങ്കിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തുടങ്ങുന്നു. അപ്പൊ കൂടുതൽ ആൾക്കാർ ഇതുപോലെ വരുന്നു. അപ്പൊ അങ്ങനെ പല റീസൺ കൊണ്ടും ഫെസിലിറ്റീസ് കൊണ്ടും അല്ലെങ്കിൽ കുറച്ചും കൂടെ സിറ്റീസ് എനിക്ക് തോന്നുന്നു വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ സിറ്റി കുറച്ചും കൂടെ ആക്സെപ്റ്റിംഗ് ആണ്. റൈറ്റ്? പല കുറച്ചും കൂടി ലിബറൽ ആണ് നമ്മളെ പോലെ പല ടൈപ്പ് ആൾക്കാരെ അല്ലെങ്കിൽ പല ഓറിയന്റേഷനിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ പല ഐഡിയോളജീസ് ഉള്ള ആൾക്കാരെ വെൽക്കം ചെയ്യാൻ സിറ്റി കുറച്ചും കൂടെ. അപ്പൊ അങ്ങനെയുള്ള പല ആൾക്കാർ വരുന്നു. അപ്പൊ ആ ഇന്ററാക്ഷൻസ് ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പേഴ്സണലി ആസ് എൻ ഓർഗനൈസേഷൻ ഓർ ഈവൻ എനിക്ക് പേഴ്സണലി. ബട്ട് അതൊരു പക്ഷേ ഞങ്ങളെല്ലാരെയും എടുത്ത് പല സ്ഥലങ്ങളിലിട്ട് കഴിഞ്ഞാൽ കേരളത്തിന്റെ പല കോണിലുള്ളവരാണ്. പക്ഷെ എല്ലാവരും ഒരുമിച്ച് കൊച്ചി വരുന്ന സമയത്ത് അതിനകത്തുനിന്ന് ഒരു ഭയങ്കര ഒരു യൂസ് ഉണ്ടാവുന്നുണ്ട്. ബട്ട് സോ എനിക്ക് ഫസ്റ്റത്തെ പോയിന്റും ഐഡിയാസ് ഉള്ള ഹ്യൂമൻസ് ഒരുമിച്ച് വരാനും അതിനകത്തുനിന്നുള്ള ഇന്നോവേഷൻസ് വരാനും സിറ്റീസ് യൂസ്ഫുൾ ആണെന്നുള്ളതാണ്. ബട്ട് ഓക്കെ. എന്താണ് ആനന്ദ് സിറ്റീസിന്റെ അടുത്ത അഡ്വാൻറ്റേജ്? രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നത് പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇത് സയന്റിഫിക്കലി പല സ്റ്റഡീസും പറയുന്നുണ്ട്.
അതായത് സിറ്റീസിലുള്ള പ്രൊഡക്ടിവിറ്റി, അതായത് മനുഷ്യന്മാരെത്ര ഔട്ട്പുട്ട് തരുന്നുണ്ട് എന്നൊക്കെയുള്ളതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 50% കൂടുതലാണ് സിറ്റീസിൽ എന്ന് പറയുന്നുണ്ട്. ഈ പ്രൊഡക്ടിവിറ്റി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആവാനുള്ള ഒരു കാരണം, പ്രൊഡക്ടിവിറ്റിയാണ് ഡയറക്ട്ലി നമ്മുടെ സാലറീസ് ഒക്കെ നിർണ്ണയിക്കുന്നത്. ഇപ്പൊ ഇൻഫ്ലേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, പണപ്പെരുപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മളുടെ സാലറി കൂടാനുള്ള ഒരേ ഒരു കാരണം നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂടുമ്പോഴാണ്. നമ്മൾ കൂടുതൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കമ്പനികൾ നമുക്ക് കൂടുതൽ സാലറി തരും. അപ്പൊ സിറ്റീസിലെ പ്രൊഡക്ടിവിറ്റി 50% കൂടുതലാണ് വേറെ ഒരു റൂറൽ ഏരിയ വെച്ച് നോക്കുമ്പോൾ എന്നൊക്കെ സ്റ്റഡീസ് പറയുന്നുണ്ട്. അതിന്റെ ഒരു ഉം. പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത്, സിറ്റീസിലുള്ള ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആൾക്കാർ കുറച്ചും കൂടി എഫിഷ്യന്റ് ആണ് സിറ്റീസിൽ വർക്ക് ചെയ്യുന്നവര്. ഭയങ്കര ഉം. സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എക്കണോമിക്സിന്റെ ഫാദർ എന്നൊക്കെ പറയുന്ന ആഡം സ്മിത്ത് പറഞ്ഞൊരു കോട്ട്, ദ ഡിവിഷൻ ഓഫ് ലേബർ ഈസ് ലിമിറ്റഡ് ബൈ ദ എക്സ്റ്റെന്റ് ഓഫ് ദ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതായത് ഡിവിഷൻ ഓഫ് ലേബറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം മാർക്കറ്റിന്റെ വലുപ്പമാണ്. അതായത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതൊക്കെ മാർക്കറ്റിന്റെ സൈസ് പോലെ ഉണ്ടാവും. ഭയങ്കര വലിയ മാർക്കറ്റ് ആണെങ്കിൽ കൂടുതൽ സ്പെഷ്യലൈസേഷൻ നടക്കും. അപ്പൊ ഞാൻ ആലോചിക്കാറുള്ളത്, ഒരു വില്ലേജിലുള്ള ഒരു ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ഒരു ക്ലിനിക്കോ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒന്നോ ഉം. രണ്ടോ ഡോക്ടർമാരായിരിക്കും ഉണ്ടാവുക. അവിടെ വരുന്ന രോഗികളും ചിലപ്പോൾ ഒരു ദിവസം 10-15 പേര് വരും. അപ്പോൾ അവിടെ ഉം. ചിലപ്പോൾ കാർഡിയോളജിസ്റ്റിനെയും ന്യൂറോളജിസ്റ്റിനെയും അല്ലെങ്കിൽ റേഡിയോളജിസ്റ്റിനെയൊക്കെ നമുക്ക് വെക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ വെക്കാനുള്ള പൈസ അത്രയും ആ ഹോസ്പിറ്റലോ ക്ലിനിക്കോ ഉണ്ടാക്കുന്നുണ്ടാവില്ല. അപ്പോ ഉം. അവിടെ എപ്പോഴും ഒരു ഡോക്ടറായിരിക്കും കുറെ അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുക. ഹാർട്ടിന്റെ ഡിസീസ് വന്നാലും, ചെവിയുടെ അസുഖം വന്നാലും, കണ്ണിന്റെ അസുഖം വന്നാലൊക്കെ ഒരു ഡോക്ടറായിരിക്കും ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഉം. ആളുടെ സ്പെഷ്യലൈസേഷൻ, ആളുടെ എക്സ്പെർട്ടീസ് അത്രയും കുറവായിരിക്കും. ആള് എല്ലാ ഉം. അസുഖങ്ങൾക്കും ഒക്കെ മരുന്ന് പറയുന്ന ഒരാളാവും. അതേസമയം അയാൾ സ്പെഷ്യലൈസ് ചെയ്തിരുന്നെങ്കിൽ, അയാൾ ഏതിലെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ, ചിലപ്പോൾ അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അയാൾ കണ്ണിന്റെ മാത്രം ഡോക്ടർ ആണെങ്കിലോ, കാർഡിയോളജിസ്റ്റ് മാത്രമായിരുന്നെങ്കിലോ, അയാൾക്ക് കൂടുതൽ ഔട്ട്പുട്ടും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും തരാൻ പറ്റുമായിരുന്നു. അപ്പൊ സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട്. സിറ്റിയിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങുകയാണെങ്കിൽ 100-150 ആൾക്കാരൊക്കെ ചിലപ്പോൾ ഒരു ദിവസം വരും. അതിനേക്കാളൊക്കെ ആൾക്കാർ വരുമായിരിക്കും. അപ്പോൾ അവിടെ കാർഡിയോളജിസ്റ്റിനെയും ന്യൂറോളജിസ്റ്റിനെയൊക്കെ വെക്കാം. നമ്മളുടെ ഈ ഡോക്ടർ അവിടെയാണ് പോയി വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളെ ഇതിലെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒന്നിൽ സ്പെഷ്യലൈസ് ചെയ്യുമ്പോൾ അയാൾക്ക് അതിൽ ഏറ്റവും പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും, ഏറ്റവും എഫിഷ്യന്റ് ആവാൻ പറ്റും. അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ പഠിച്ചിട്ട് അതിൽ കൂടുതൽ ഫോക്കസ് ആയിട്ട് നിന്നിട്ട് ചെയ്യുമ്പോൾ അയാളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അപ്പോ ഉം. അതുകൊണ്ടൊക്കെയാണ് സിറ്റീസിൽ പ്രൊഡക്ടിവിറ്റി കൂടുന്നത്. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സിറ്റികൾ അങ്ങനത്തെ കുറെ ട്രെയിനിങ് പ്രോഗ്രാംസും അങ്ങനത്തെ ട്രെയിനിങ് സ്കൂൾസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ഉം. അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾക്ക്, സോനൽ നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിക് പോളിസി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുറെ പബ്ലിക് പോളിസി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അവരുടെ ഉം. നിന്നൊക്കെ നമുക്ക് ഐഡിയ എടുക്കാൻ പറ്റും. ഉം. അപ്പോ സിറ്റികള് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതിൽ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇങ്ങനത്തെ പല കാര്യങ്ങളുകൊണ്ടും. ആൾക്കാർ കൂടുതൽ സ്പെഷ്യലൈസ്ഡ് ആവുമ്പോ, ആൾക്കാര് ഉം. ഡിഫറന്റ് സ്ഥലത്തുനിന്ന് നോളജ് എടുക്കുമ്പോ, ആൾക്കാര് ഉം. ഇങ്ങനത്തെ ഓരോ ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോ, അങ്ങനെയൊക്കെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂടുന്നുണ്ട്. സിറ്റിയിലെ പ്രൊഡക്ടിവിറ്റി 50% കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉം. പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ സാലറിയും അത്രയും കൂടുമായിരിക്കും. ആൾക്കാർക്ക് അത്രയും ഇൻകം കിട്ടും. ആൾക്കാരും അത്രയും പോവർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല സാഹചര്യത്തിലേക്കോ, കുറച്ചും കൂടി നല്ല ലിവിങ് കണ്ടീഷൻസിലേക്കോ മാറും. ഉം. സിറ്റികൾ അങ്ങനത്തെ ഒരു കാര്യവും കൂടി ചെയ്യുന്നുണ്ട്. നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നുണ്ട്. അതുവഴി നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സും സാലറിയും ഒക്കെ കൂട്ടുന്നുണ്ട്. ഓക്കെ. അപ്പം എനിക്ക് നീ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. പക്ഷെ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്റെ എന്റെ ലൈഫും എന്റെ ഫാദറിന്റെ ലൈഫും വേണമെങ്കിൽ കമ്പയർ ചെയ്യാന്നായിരിക്കും. ഇപ്പൊ എന്റെ ഫാദർ വയനാട്ടിലാണുള്ളത്. ഞാനിവിടെ കൊച്ചിയിലാണുള്ളത്. റൈറ്റ്. എന്റെ ഫാദർ രാവിലെ ഒരു 7 മണിക്ക് എഴുന്നേൽക്കും. പുള്ളി പറമ്പിൽ പോവും. തൂമ്പാപ്പണി എടുക്കും. തിരിച്ചു വരും. അത് കഴിഞ്ഞിട്ട് പുള്ളി ജോലിക്ക് പോവും. ഉച്ചയ്ക്ക് വരും. ഞങ്ങൾക്ക് കുറച്ച് കോഴിയും പരിപാടിയൊക്കെ ഉണ്ട്. അതിന് തീറ്റ കൊടുക്കും. അങ്ങനത്തെ വീടിന് ചുറ്റുമുള്ള വർക്ക് ചെയ്യും. തിരിച്ച് പിന്നെയും വർക്കിന് പോകും. തിരിച്ച് വരും. രാത്രിയും പുള്ളി കുറച്ചും കൂടെ വീടിന് ചുറ്റുമുള്ള കുറച്ച് വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ രാവിലെ വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കും. എന്റെ പണി മാത്രം ചെയ്യും. പുറത്ത് കുക്ക് പോലും ചെയ്യാറില്ല മിക്കവാറും ദിവസം. ചിലപ്പോൾ കുക്ക് ചെയ്യും. ആഹ് പുറത്തുനിന്ന് കഴിക്കും. അപ്പം പ്രൊഡക്ടിവിറ്റി വൈസ് നോക്കുന്ന സമയത്ത് എന്റെ ഫാദറാണ് എന്നെക്കാട്ടും അല്ലേ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ്. അപ്പൊ എന്നാലും നമ്മള് ജനറലി റൂറൽ ആൾക്കാർ കുറച്ചും കൂടെ അധ്വാനിക്കുന്നവരാണ്, പ്രൊഡക്റ്റീവ് ആണ്. അങ്ങനെയുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ആക്ച്വലി പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂടാന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? അതെന്താണ് അതിനകത്ത് ലോജിക് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആൾക്കാർ എത്ര ഔട്ട്പുട്ട് എക്കണോമിക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വില്ലേജിലെ ആള് ചിലപ്പോൾ ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. എല്ലാം അയാൾക്ക് തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും.
ഒന്നിലും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് അതിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ ഉം, സിറ്റിയിൽ ചിലപ്പോൾ നമ്മൾക്ക് സോണിൽ പറഞ്ഞ ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഒരാളെ വെക്കാൻ പറ്റും. എനിക്ക് ഉം, ചിലപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സിറ്റിയിൽ. ഞാൻ പബ്ലിക് പോളിസി മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. വീട്ടിലെ പണി ആലോചിക്കുന്നില്ല. വീട് വൃത്തിയാക്കുന്നത് ആലോചിക്കുന്നില്ല എന്നൊക്കെ കഴിഞ്ഞാൽ എനിക്ക് പബ്ലിക് പോളിസിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുവഴി എനിക്ക് ഏറ്റവും കഴിവുണ്ടാവുക ചിലപ്പോൾ ഇതിൽ ചെയ്യുന്നതായിരിക്കും. പബ്ലിക് പോളിസിയിൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. പക്ഷെ ഇതൊക്കെ ഉം. എന്റെ ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യമായിരിക്കും. അല്ലെങ്കിൽ എന്റെ പബ്ലിക് പോളിസിയിലുള്ള സമയമെടുക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതിൽ എനിക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് സിറ്റിയിലായിരിക്കും എന്നുള്ളൊരു ഐഡിയ ആണ്. അപ്പൊ അതുവഴി നമ്മൾക്ക് കൂടുതൽ കഴിവുള്ള ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അഹ് അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനും പറ്റും. ഇപ്പോ വിരാട് കോഹ്ലിക്ക് ഫോർ എക്സാമ്പിൾ ക്രിക്കറ്റ് കളിക്കാനും പറ്റും. അതേസമയം ചിലപ്പോ ഒരു കഥ എഴുതാനും പറ്റുംന്ന് വെച്ചോ. പക്ഷെ Yeah, വിരാട് കോഹ്ലി ഏറ്റവും പ്രൊഡക്റ്റീവ് ആവുക ക്രിക്കറ്റ് കളിക്കുമ്പോഴാണ്. yeah. സിറ്റി അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളുടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള കാര്യത്തില് 100% ഫോക്കസ് കൊടുക്കാനും, അതിൽ തന്നെ ഏറ്റവും പ്രൊഡക്റ്റീവ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാനൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ ആണ്. യാഹ് അപ്പൊ എനിക്ക് ആ പോയിന്റ് മനസ്സിലായി. അപ്പൊ നമ്മളിപ്പം സിറ്റീസിലേക്കാണ് കൂടുതൽ സ്പെഷ്യലൈസേഷൻസ് അങ്ങനത്തെ സാധനങ്ങൾ വരിക. ഇപ്പൊ ഒരാളിപ്പം ഇപ്പൊ എന്നെപ്പോലെ ഒരാള് പബ്ലിക് പോളിസിയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അപ്പൊ കുക്ക് ചെയ്യുന്ന വർക്ക് എന്റെ എഫിഷ്യൻസി കുറയ്ക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്കൊരു കുക്കിനെ വെക്കാം. അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വണ്ടി ഓടിക്കേണ്ട ആവശ്യം നമുക്കൊരു ഊബർ വിളിക്കാം. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം അനന്ത് പറഞ്ഞു ഇപ്പൊ കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ് അങ്ങനത്തെ ആൾക്കാരൊക്കെ റൂറൽ ഏരിയനെക്കാട്ടും കൂടുതൽ സിറ്റീസിലാണ് ഉണ്ടാവുക. അങ്ങനെയാണ് വേണ്ടത് എന്നാണോ നീ പറയുന്നത്? അതായത് കൂടുതൽ സ്പെഷ്യലൈസേഷൻ സിറ്റീസിലാണ് വേണ്ടതെന്നാണോ പറയുന്നത്? അപ്പൊ റൂറൽ ഏരിയാസിലുള്ളവർക്കും ഇങ്ങനത്തെ കാർഡിയോളജിയും, ന്യൂറോളജിയും അങ്ങനെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതല്ലേ? അവിടെയും കൂടുതല് ഇപ്പൊ അവർക്കൊരു ഹാർട്ട് കണ്ടീഷൻ വന്നാലോ, ഒരു ന്യൂറോ കണ്ടീഷൻ വന്നാലോ അവർക്ക് മീറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സിനെ അവിടെ ആവശ്യമില്ലേ? അപ്പം സിറ്റീസിൽ മാത്രം ഇങ്ങനത്തെ ആൾക്കാർ ഫോക്കസ് ചെയ്താൽ അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ വേണ്ടൂ എന്നാണോ പറയുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു ആ ഒരു ഡിസഡ്വാന്റേജ് അല്ലേ? അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ? ഞാൻ പറഞ്ഞത് സ്പെഷ്യലൈസേഷൻ കാരണം പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ ആണ്. സിറ്റീസ് ആണ് അതിനൊരു ഫേവറബിൾ കണ്ടീഷൻ കൊടുക്കുക സ്പെഷ്യലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു കാർഡിയോളജിസ്റ്റിനോ ഒരു ന്യൂറോളജിസ്റ്റിനോ ഒരു ഹോസ്പിറ്റൽ വെക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അത്രയും പേര് ആ കണ്ടീഷനായിട്ട് വരണം. ഹൃദ്രോഗികൾ അത്രയും പേര് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു കാർഡിയോളജിസ്റ്റിന് വെക്കുന്നതിനെ കൊണ്ട് ലാഭം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഉം, ന്യൂറൽ പ്രശ്നം അത്രയുമുള്ള ആൾക്കാർ ഒരു ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ന്യൂറോളജിസ്റ്റിനെ വെക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ഉം, ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്ന ആളാണെങ്കിൽ ഞാൻ പൈസ കൊടുത്തൊരു ന്യൂറോളജിസ്റ്റിനെ വെക്കണം എന്നുണ്ടെങ്കിൽ അത്രയും പേര് അവിടെ വരും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ്. അത് സിറ്റീസിലാണ് ഉം, വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് സിറ്റീസിൽ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഉം, വില്ലേജസിൽ ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും. നമുക്ക് കാർഡിയോളജിസ്റ്റിന് ആവശ്യം ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു വില്ലേജില് ഒരു ചെറിയൊരു ഗ്രാമമാണെങ്കിൽ, ഒരു 100 പേരുള്ള ഒരു ഗ്രാമമാണെങ്കിൽ, അവിടെ ഒരു കാർഡിയോളജിസ്റ്റ് പോയിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഒരു പേഷ്യന്റ് പോലും വരണമെന്നില്ല. അപ്പൊ ഉം, അതൊരു പ്രോഫിറ്റബിൾ സാധനമല്ല. ഞാനൊരു ഹോസ്പിറ്റൽ നടത്തുന്ന ആളാണെങ്കിൽ അങ്ങനത്തെ ഒരു ഉം, കാർഡിയോളജിസ്റ്റിനെ അവിടെ വെക്കുന്നത്. ഒരു ഉം, കാർഡിയോളജിസ്റ്റും അവിടെ വന്നിരിക്കാൻ ചിലപ്പോൾ താല്പര്യപ്പെടില്ല. ദിവസേന അത്ര പേഷ്യൻസ് വരാത്തതുകൊണ്ട്. ഉം, അപ്പൊ ആ കണ്ടീഷൻ കുറച്ചും കൂടി സ്പെഷ്യലൈസേഷന് ഫേവറബിൾ അല്ലെങ്കിൽ ഫേവറബിൾ ആയിട്ടുള്ളത് സിറ്റിയാണ് എന്നുള്ളൊരു ഐഡിയ ആണ് ഉദ്ദേശിച്ചത്. ഉം. ഓക്കെ. മനസ്സിലായി. ഓക്കെ. കൂൾ. Yeah. ഓൾറൈറ്റ്. ഓക്കെ ആനന്ദ്. എന്താണ് സിറ്റീസിന്റെ നെക്സ്റ്റ് അഡ്വാന്റേജ്? അടുത്ത അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ കുറവാണ് സിറ്റികളിൽ എന്നുള്ളതാണ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബിസിനസ്സിൽ 2 തരത്തിലുള്ള കോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ പറയാറ്. ഫിക്സഡ് കോസ്റ്റും ട്രാൻസാക്ഷൻ കോസ്റ്റും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക, ഒരു സൂപ്പർ മാർക്കറ്റാണ് ഞാൻ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് കെട്ടിടം ഉണ്ടാക്കുക. ഉം, അവിടെ വേണ്ട ഫിസിക്കൽ സാധനങ്ങളൊക്കെ വെക്കുക, ലേബർ കോസ്റ്റ് അതൊക്കെ ഫിക്സഡ് കോസ്റ്റിലാണ് വരിക. ഉം, ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കേണ്ട, ആ ട്രാൻസാക്ഷൻ നടക്കണ്ട. ഞാൻ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ ഞാൻ സാധനങ്ങൾ വിൽക്കാനായിട്ട് എനിക്കൊരു കോസ്റ്റ് ചിലവാകും. കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉം, ഈസിലി കസ്റ്റമേഴ്സായിട്ട് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ഉള്ളതാണ് ഉം, ട്രാൻസാക്ഷൻ കോസ്റ്റ്. ഉം, അപ്പോൾ സിറ്റികളുടെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയൊരു മാർക്കറ്റ് ഉള്ളതുകൊണ്ട് കസ്റ്റമേഴ്സിനെ കിട്ടുക എന്നുള്ളത് കുറച്ചും കൂടി ഈസിയാണ് സിറ്റികളിൽ. ഉം, ഞാനെപ്പോഴും ആലോചിക്കാറുള്ളത്, ഇപ്പൊ ബാംഗ്ലൂരിൽ തന്നെ ആ, എനിക്ക് തോന്നുന്നു ഒരു 100 കണക്കിന് ജാപ്പനീസ് റെസ്റ്റോറന്റുകൾ ബാംഗ്ലൂരിൽ ഉണ്ടാവുമായിരിക്കും. ഈ ഉം, റാമൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഉം, അപ്പോൾ ഇത്രയും ഷോപ്സ് എന്തുകൊണ്ട് ബാംഗ്ലൂരിൽ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഒരു കാരണം അത്രയും പേര് അത് വാങ്ങിക്കാനുണ്ട്. ഇങ്ങനത്തെ ഒരു ഉം. ഷോപ്പ് ഞാൻ നാളെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഈസിലി കസ്റ്റമേഴ്സിനെ കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അവിടെ ഓക്കെ. ഞാൻ അധികം ചിലപ്പോൾ മാർക്കറ്റ് ചെയ്യേണ്ടി വരില്ല. അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിരിക്കില്ല.
എന്റെ കസ്റ്റമേഴ്സിന് ഈസിലി എന്റെ അടുത്ത് വരാൻ പറ്റും. ഞാനൊരു ഉം, സിറ്റിയുടെ സെന്ററിൽ തന്നെയാണ് തുടങ്ങുന്നതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഉം, അപ്പൊ അത് എന്റെ ട്രാൻസാക്ഷൻ കോസ്റ്റുകൾ കുറക്കുന്നതാണ്. ഞാനൊരിക്കലും ഒരു ജാപ്പനീസ് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്രാമത്തിൽ പോയി സ്റ്റാർട്ട് ചെയ്യില്ല. അവിടെ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ പാടാണ്. എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ ചിലപ്പോൾ കുറെ ദൂരെയായിരിക്കും ഉണ്ടാവുക. അവർക്ക് ഉം, കുറെ പൈസയൊക്കെ ചെലവാക്കിയിട്ട് എന്റെ റെസ്റ്റോറന്റിൽ വരാൻ ഭയങ്കര പാടായിരിക്കും. ഉം, പക്ഷെ സിറ്റിയിലാണ് ഞാൻ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്റെ ചുറ്റുമുണ്ട്. വലിയൊരു മാർക്കറ്റ് ഉണ്ട്. അവർക്ക് ഈസിലി വരാൻ പറ്റും. ഈസിലി ഉം, സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതുവഴി ഉം, എന്റെ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെയധികം കുറയാണ്. അപ്പോ ഉം, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ഗൂഗിളിന്റെ ഒരു ഓഫീസ് ബാംഗ്ലൂരിൽ വന്നതിനെ പറ്റിയിട്ട്. ഉം, ബാംഗ്ലൂർ ഇത്രയും മോശമായിട്ടുള്ള ഒരു സിറ്റി എന്നൊക്കെ പൊതുവെ പറയാറുണ്ടെങ്കിലും, ട്രാഫിക് പ്രശ്നം പറയാറുണ്ടെങ്കിലും, പൊല്യൂഷന്റെ പ്രശ്നം അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ പറയാറുണ്ടെങ്കിലും, ഗൂഗിൾ ഇവിടെ തുടങ്ങുന്നതിന്റെ ഒരു കാരണം ഇവിടെ ഭയങ്കര കോസ്റ്റുമാണ്. ഉം, ലാൻഡിന്റെ കോസ്റ്റ് കൂടുതലാണ്. ഉം, ലേബറിന്റെ കോസ്റ്റ് കൂടുതലാണ്. ഒരാളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള കോസ്റ്റ് കൂടുതലാണ്. ഉം, എന്നാലും ബിസിനസ്സുകള് ആ ഫിക്സഡ് കോസ്റ്റുകളൊക്കെ അവഗണിച്ചിട്ട് ബാംഗ്ലൂരിൽ വന്ന് ബിസിനസ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസി ആയതുകൊണ്ടാണ്. അത്രയും വലിയൊരു ഉം, കസ്റ്റമർ ബേസ്, അത്രയും വലിയൊരു മാർക്കറ്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഉം. ആ ഒരു മാർക്കറ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റിനെ കുറക്കുന്നുണ്ട്. അതും ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് സിറ്റീന്റെ എന്നുള്ളതാണ് എന്റെ ഒപ്പീനിയൻ. ഓക്കെ. സോ ഈ ഇപ്പം സിറ്റീസിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറയാന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പം കൂടുതൽ ഒരു പുതിയ റെസ്റ്റോറന്റ് തുടങ്ങുകയാണെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിലോ, ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങുകയാണെങ്കിലോ ഒക്കെ സിറ്റിയിലാണ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു ഇപ്പം ഇത്രയും നേരം ആനന്ദ് പറഞ്ഞതിനകത്ത് ഇപ്പം ഈ അഡ്വാൻറ്റേജസ് ഒക്കെ സിറ്റിയിലുള്ള ആൾക്കാർക്കല്ലേ കിട്ടുന്നത്? റൈറ്റ് ഇൻ ദ സെൻസ് ലൈക്ക് സിറ്റിയിലുള്ള ആൾക്കാർ റിച്ചർ ആവുമായിരിക്കും. പക്ഷെ അതിനും വേറൊരു ആർഗ്യുമെന്റ് ഉണ്ട്. സിറ്റിയിൽ തന്നെ നമുക്ക് കുറെ പോവർട്ടി കാണാൻ പറ്റുമായിരിക്കും. റൈറ്റ് സിറ്റിയിലാണ് കുറെ സ്ലംസ് ഉള്ളത്. അങ്ങനെ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ സിറ്റിയിൽ കുറെ സ്ലംസ് ഉണ്ട്. പാവപ്പെട്ട ആൾക്കാരാണ്. ഞാൻ ഡൽഹിയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ നമ്മൾ ഒത്തിരി സ്ലംസ് നമുക്ക് കാണുമായിരുന്നു. കേരളത്തിലും ഉണ്ട്. പക്ഷെ വളരെ കുറവാണ്. അപ്പം നോർത്ത് ഇന്ത്യൻ സിറ്റീസിലൊക്കെ പോലും ഒത്തിരി സ്ലംസ് പാവപ്പെട്ട ആൾക്കാർ, ഹോംലെസ് ആയ ആൾക്കാർ, വീടില്ലാത്ത ആൾക്കാർ കുറെ പേരുണ്ട്. അങ്ങനെ ഭിക്ഷ ചോദിക്കുന്നവരും അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ സിറ്റീസിൽ ഭയങ്കര പോവർട്ടി നമുക്ക് കാണാൻ പറ്റും ഒരു സൈഡിൽ. പിന്നെ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മൈഗ്രന്റ് ലേബറേഴ്സ് ഇപ്പൊ സിറ്റി നമ്മളിപ്പം കൊച്ചി പോലത്തെ സിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ ഈ പാവപ്പെട്ട ബംഗാളികളും അങ്ങനത്തെ അസാമീസ് ആൾക്കാരും ഇപ്പം ബീഹാറിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ചെറിയ ചെറിയ വീടുകളിൽ ഷെഡുകളിൽ വളരെ ബുദ്ധിമുട്ടായ സിറ്റുവേഷൻ. അപ്പം സിറ്റിയിൽ ഒത്തിരി പോവർട്ടി കൂടുതലല്ലേ അതൊരു സൈഡ്. പക്ഷെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ കോസ്റ്റ് കൊണ്ട് അഡ്വാൻറ്റേജും അല്ലെങ്കിൽ ഇന്നോവേഷൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഇന്നോവേഷൻ കൊണ്ട് അഡ്വാൻറ്റേജ് ഒക്കെ സിറ്റിയിലുള്ള ആൾക്കാർക്കല്ലേ അത് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ വില്ലേജിലുള്ള ആൾക്കാർ പൂറും സിറ്റിയിലുള്ള ആൾക്കാർ ഭയങ്കര റിച്ചും ആവുന്നതല്ലേ ഗുണം ഉണ്ടാവുന്നത്. റൈറ്റ്. അപ്പൊ ഒരു കൺട്രിക്ക് അതുകൊണ്ട് എന്താണ് ഗുണം? ഇതാണ് രണ്ട് കാര്യം. ഇതിലുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റീസിൽ പൂർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ സ്ലംസിന്റെ കേസ് സോനിൽ പറഞ്ഞു. ഉം, ബോംബെയിലെ സ്ലംസ് ഒക്കെ ഭയങ്കര ഇൻഫേമസ് ആണ്. പല പ്രശ്നങ്ങളിലും അല്ലെങ്കിൽ ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആണ് നമുക്ക് എപ്പോഴും സ്ലം എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്. ഉം, ബാംഗ്ലൂരിലും അങ്ങനെ ചേരികൾ പോലത്തെ ചെറിയ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഉം, തോന്നുന്നു എല്ലാ സിറ്റികളിലും അങ്ങനത്തെ ഒരു ഇന്ത്യൻ സിറ്റികളിൽ yeah, എന്തായാലും അങ്ങനത്തെ ഒരു ചേരി പ്രദേശവും അങ്ങനെയൊക്കെ പൊതുവെ ഉണ്ടാവാറുണ്ട്. yeah, അപ്പൊ ഇതിൽ തന്നെ ഈ എഡ്വേർഡ് ഗ്ലേസറിന്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം സിറ്റീസ് ഒരിക്കലും ആൾക്കാരെ പാവപ്പെട്ടവരാക്കുന്നില്ല. പക്ഷെ സിറ്റീസ് ആർ അട്രാക്ടിങ് പുവർ പീപ്പിൾ എന്നുള്ളതാണ്. അതായത് ചുറ്റുമുള്ള റൂറൽ ഏരിയകളിൽ നിന്ന് പാവപ്പെട്ടവരെ സിറ്റി അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് സിറ്റിയിൽ ഏർബൻ പോവർട്ടി ഉണ്ടാവുന്നത്. സിറ്റി എപ്പോഴും ആൾക്കാർക്ക് പൈസ കിട്ടാനുള്ള ഒരു മാർഗമായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണുള്ളത്. അത് കണ്ടിട്ട് ചുറ്റുമുള്ള റൂറൽ ഏരിയാസിൽ നിന്ന് ആൾക്കാർ വരുന്നതാണ് സിറ്റിയുടെ ഉള്ളിലേക്ക്. അവരാണ് സിറ്റിയിലുള്ള പാവപ്പെട്ട ആൾക്കാർ. ഉം, അവരാണ് സ്ലംസിലും ഒക്കെ ജീവിക്കുന്നത് ഇനീഷ്യലി. പക്ഷെ ഉം, നമ്മൾ അപ്പൊ ആലോചിക്കേണ്ടത് അവർക്കൊരു അപ്വേർഡ് മൊബിലിറ്റി ഉണ്ടാവുന്നുണ്ടോ? സിറ്റി അവരെ കൂടുതൽ പൈസ ഉള്ളവരാക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ ഉം, നോക്കുമ്പോൾ സ്റ്റഡീസ് ഒക്കെ പറയുന്നത് സിറ്റീസ് ആക്ച്വലി മേക്ക് പീപ്പിൾ റിച്ചർ എന്നുള്ളൊരു സാധനമാണ്. ഉം, ആൾക്കാരെ ഉം, ഉം, കൂടുതൽ ആക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉം, അപ്പോ ഇതിൽ തന്നെ എഡ്വേർഡ് ഗ്ലേസർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അർബൻ പോവർട്ടി അല്ലെങ്കിൽ സിറ്റികളിലുള്ള പോവർട്ടി ദാരിദ്ര്യം മെഷർ ചെയ്യേണ്ടത് റൂറൽ ഏരിയാസിലെ ദാരിദ്ര്യമായിട്ടാണ്. ഉം, അല്ലാതെ അർബൻ ഏരിയയിൽ തന്നെ ഇപ്പോ നമ്മള് ബോംബെയിലൊക്കെ പറയാറുണ്ട് ഏറ്റവും പൈസയുള്ള ആളും ഏറ്റവും പാവപ്പെട്ട ആളും ഉം, ബോംബെയിലാണെന്ന്. ഉം, അപ്പോ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് അങ്ങനെയാണ്. ആ സിറ്റിയിലെ ഏറ്റവും പാവപ്പെട്ട ആളെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആ സിറ്റിയിലെ ഏറ്റവും പൈസയുള്ള ആളായിട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നല്ലത് കമ്പയർ ചെയ്യുന്നത് ആ സിറ്റിയിലെ പാവപ്പെട്ട ആളും ഒരു റൂറൽ ഏരിയയിൽ ഒരു ഗ്രാമത്തിലുള്ള പാവപ്പെട്ട ആളുമായിട്ടാണ്. അപ്പൊ ഉം, എപ്പോഴും ഗ്രാമത്തിലുള്ള ആൾക്കാരെക്കാളും കുറച്ചും കൂടി ബെറ്റർ സിറ്റിയിലുള്ള പാവപ്പെട്ട ആൾക്കാരായിരിക്കും. അവർക്കാണ് കുറച്ചും കൂടി പൈസ കിട്ടുക ഡെയിലി. അല്ലെങ്കിൽ ഡിഫറന്റ് ഉം, ജോബ്സ് ഒക്കെ ചെയ്യാൻ പറ്റുക. ഉം, ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി അല്ലെങ്കിൽ കൃഷിയിതര എന്തെങ്കിലും ആക്ടിവിറ്റി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോ അതൊക്കെയാണ് സിറ്റിയുടെ ഒരു അഡ്വാൻറ്റേജ്. വേറൊരു അഡ്വാൻറ്റേജ്. കാരണം സിറ്റി പാവപ്പെട്ടവരെ അട്രാക്ട് ചെയ്തിട്ട് അവരെ പൈസക്കാരാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഉം, പേര് പാവപ്പെട്ടവര് വരുന്നതും. ഓരോ ദിവസവും നമ്മൾ മൈഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുറെയധികം ആൾക്കാര് റൂറൽ ഏരിയാസ്ന്ന് സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ കേരളത്തിലേക്കും കുറെയധികം മൈഗ്രന്റ് വർക്കേഴ്സ് വരുന്ന സോണിൽ പറഞ്ഞു. അത് ഉം, മൈഗ്രന്റ് വർക്കേഴ്സ് അട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് കേരളത്തിലേക്ക്. ഉം, അപ്പോ അവര് നിക്കുന്ന സാധനങ്ങൾ ചിലപ്പോ സ്ലമ്മുകൾ പോലെയായിരിക്കും. അപ്പൊ സ്ലമ്മിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബോംബെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ സ്ലമ്മാണ് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് എന്ന് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഉം, ബോംബെയില് പുതിയ ഹൗസിംഗ് പ്രൊജക്ടുകളൊക്കെ വരാൻ ഭയങ്കര പാടാണ്. എക്സിസ്റ്റിംഗ് പ്രൊജക്ടുകൾക്ക് തന്നെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാം എന്നൊക്കെയുള്ള ലിമിറ്റ് ഒക്കെ ഉണ്ട് ബോംബെയില്. ഉം, ബാംഗ്ലൂരും അതേപോലെ കുറെ ലിമിറ്റുകളുണ്ട്. അപ്പൊ പുതിയ വീടുകളും പുതിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നത് ഭയങ്കര പാടാണ്. വലിയ ബിൽഡിങ്ങുകൾ വരുന്നത് പാടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്ലമ്മുകളാണ് ഈസിലി ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലങ്ങള്. ഈ സ്ലമ്മിൽ നമ്മൾ പോയി കഴിഞ്ഞാലും ഭയങ്കര പാവപ്പെട്ടവരും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവര് തന്നെയായിരിക്കും. അവർക്ക് ഉം, നിക്കാൻ പറ്റുന്ന ആകപ്പാടെ ഉള്ള ഒരു ഫെസിലിറ്റിയാണ് സ്ലമ്മ്. വേറെ ഹൗസിംഗ് പ്രൊജക്ടുകളും അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകളും ഒന്നും വരാത്തതുകൊണ്ട് അവർക്ക് അവരുടെ സാലറിക്ക് നിക്കാൻ പറ്റുന്ന ആകപ്പാടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിരിക്കും സ്ലമ്മുകള്. ഉം, അപ്പോ അതൊരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട, അതൊരു സൊല്യൂഷനാണ്. നമ്മൾ ആവശ്യത്തിന് വീടുകൾ ഉണ്ടാക്കാത്തത് കൊണ്ടാണ് അവർക്ക് സ്ലമ്മിൽ നിൽക്കേണ്ടി വരുന്നത്. അത് അവരൊരു ഉം, സൊല്യൂഷനായിട്ട് ചെയ്യുന്നതാണ്. മൈഗ്രന്റ് വർക്കേഴ്സ് ഇപ്പൊ കേരളത്തിൽ വന്നാലും ഇങ്ങനത്തെ ഷെഡുകളിലൊക്കെ താമസിക്കുന്നത് അവർക്ക് നിക്കാൻ പറ്റാത്ത ബിൽഡിങ്ങുകള്, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന റെന്റിലുള്ള ബിൽഡിങ്ങുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. ഉം, അപ്പോ ആഹ്, അർബൻ പോവർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടി റീതിങ്ക് ചെയ്യേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം സിറ്റികളാണോ ആൾക്കാരെ പുവറാക്കുന്നത്, അതോ സിറ്റികൾ പാവപ്പെട്ടവരെ അട്രാക്ട് ചെയ്യുന്നതാണോ എന്നുള്ളത് ആണ് അതിലുള്ള ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു സിറ്റികൾ പാവപ്പെട്ടവരെ അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് സിറ്റിയിലുള്ള പോവർട്ടി കൂടുന്നത്, അല്ലെങ്കിൽ സിറ്റിയിലുള്ള പോവർട്ടി നമുക്ക് കാണാൻ പറ്റുന്നത്. yeah. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു. അപ്പൊ ഈ ഗുണങ്ങളെല്ലാം സിറ്റിയിലുള്ള ആൾക്കാർക്കല്ലേ കിട്ടുന്നുള്ളൂ? സിറ്റീസിന്റെ കുറെ ഉം. അഡ്വാൻറ്റേജസ് പറഞ്ഞു. അപ്പൊ അതെല്ലാം സിറ്റിയിലുള്ള ആൾക്കാർക്കല്ലേ കിട്ടുന്നുള്ളൂ? അപ്പം വില്ലേജസുമായിട്ട് ഭയങ്കര ഡിഫറൻസ് അല്ലേ അത് ഉണ്ടാക്കുന്നത്? അവർക്കെന്താണ് ഗുണം? ഇപ്പൊ ഒരു കൺട്രി ആസ് എ ഹോൾ അല്ലെങ്കിൽ നമ്മൾ കേരളം ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ സിറ്റീസിലുള്ളവർക്ക് മാത്രമല്ലേ ഈ അഡ്വാൻറ്റേജ് കിട്ടുന്നുള്ളൂ? വില്ലേജസിന് എന്താണ് ഇതുകൊണ്ട് ഗുണം? ഒരു കൺട്രി എന്ന് പറയുമ്പോൾ വില്ലേജസും സിറ്റീസും കൂടെ അടങ്ങിയതാണല്ലോ. റൈറ്റ്? എന്താ തോന്നുന്നത് അതിനെപ്പറ്റി? എടാ അതിലിപ്പോ ഞാനിപ്പോ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണെന്ന് പറഞ്ഞു. ഞാനിപ്പോ ഉം, ബാംഗ്ലൂരാണുള്ളത്. അപ്പോ ഉം, ഞാൻ ബാംഗ്ലൂരിൽ വന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോ തിരിച്ച് തലശ്ശേരി പോകുമ്പോ ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും. അപ്പൊ തലശ്ശേരിക്ക് ഒരു ഗുണം ഉണ്ടാവുന്നുണ്ട്. പിന്നെ തലശ്ശേരിക്ക് എന്നെ എവിടെ താമസിപ്പിക്കണം എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. എനിക്കെന്ത് ജോലി തരണം എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഉം, അവിടെ നിൽക്കുന്നവരുടെ കാര്യം മാത്രം പിന്നെ ആലോചിച്ചാൽ മതി. അപ്പോ ഉം, ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സിറ്റിയിൽ പോകുമ്പോ എനിക്ക് തോന്നുന്നു ആ ഗ്രാമത്തിനും ഒക്കെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എങ്ങനെയാണെങ്കിലും. ഉം, 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 അതിപ്പോ നമ്മള് മൈഗ്രേഷന്റെ കേസിൽ പ്യൂർട്ടോറിക്കോയുടെ ഒരു എക്സാമ്പിൾ ഒക്കെ സയന്റിഫിക്കലി പഠിച്ച കുറെ എക്സാമ്പിൾ ഉണ്ട്. ഉം, പ്യൂർട്ടോറിക്കോ കുറെ കാലം മുന്നേ അമേരിക്കയുടെ ഭാഗമല്ലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അമേരിക്കയുടെ ഭാഗമാക്കിയപ്പോ കുറെ പേര് പ്യൂർട്ടോറിക്കോന്ന് അമേരിക്കയിലേക്ക് പോയി. അപ്പോ ഉം, അതുകൊണ്ട് പ്യൂർട്ടോറിക്കോയിലെ ആക്ച്വലി ഡെവലപ്മെന്റ് കൂടി എന്നുള്ളതാണ് സ്റ്റഡീസ് പറയുന്നത്. അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്യൂർട്ടോറിക്കോന്ന് കുറെ ആൾക്കാർ അമേരിക്കയിലേക്ക് പോയപ്പോ. ഓ, അപ്പൊ തിരിച്ചു നമ്മള് പൈസ അയച്ചിട്ട്. യാ ഓ, അപ്പോ അപ്പൊ കേരളത്തിൽ നിന്ന് കുറെ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിട്ട് കേരളത്തിലേക്ക് റെമിറ്റൻസ് അയക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും yeah, yeah, ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോ yeah. എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ സിറ്റിയിലേക്ക് വരുമ്പോൾ ആ ഗ്രാമത്തിനും ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ഗ്രാമത്തിൽ ഒരാൾക്ക് ജോലി കിട്ടുകയാണ്. അയാൾ ചിലപ്പോൾ ആ ഉം, പൈസ ഉം, തിരിച്ച് അവിടെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. തിരിച്ച് ഞാൻ ഉം, ചിലപ്പോൾ ഒരു വീട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഗ്രാമത്തായിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ ഉം, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ ഗ്രാമത്തിന് ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. yeah. എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ബെനിഫിറ്റ് അവിടെയുള്ള ഒരാൾക്ക് ഒരു ജോലി കിട്ടി എന്നുള്ളതാണ്. ആ ഗ്രാമത്തിൽ ഉം, ചിലപ്പോൾ നിന്നിരുന്നെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ഉം, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന ഇപ്പൊ ഞാൻ തലശ്ശേരിയാണ് നിന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ പബ്ലിക് പോളിസിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം ഉം, പബ്ലിക് പോളിസി തിങ്ക് ടാങ്ക് എന്ന് പറയുന്ന ഒരു സാധനം ചിലപ്പോൾ തലശ്ശേരിയിൽ ഉണ്ടാവില്ല. ഉം, അത് ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സിറ്റിയിൽ പോകേണ്ടി വരും, ബാംഗ്ലൂർ പോകേണ്ടി വരും, ഉം, കൊച്ചിയിൽ പോകേണ്ടി വരും. ഉം. അപ്പോൾ എന്റെ കഴിവുകൾ ഏറ്റവും നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവന്യൂ എനിക്ക് സിറ്റികൾ തരുന്നുണ്ട്. അപ്പോ അതും ഉം. അങ്ങനെ നോക്കുമ്പോൾ ഒരാൾക്ക് ജോലി കൊടുക്കുക, ഏറ്റവും നല്ല ജോലി കൊടുക്കുക എന്നുള്ളൊരു പ്രവൃത്തിയും സിറ്റി ചെയ്യുന്നുണ്ട് ഒരു ഗ്രാമത്തിലെ ആൾക്ക്. അപ്പൊ ഓക്കെ. അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് നമ്മള് രാജ്യത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. മനസ്സിലായി. ഓക്കെ. ഓൾറൈറ്റ്. ഇനി അടുത്തത് എനിക്ക് ഏറ്റവും ആം, ആഹ്, പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻവയൺമെന്റിന്റെ ഇമ്പാക്റ്റിനെ പറ്റിയുള്ള കാര്യമാണ്. റൈറ്റ്? ഞാൻ വളർന്നത് വയനാട്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ വയനാട് വളരെ ബ്യൂട്ടിഫുൾ ആണ്. നല്ല കാലാവസ്ഥയാണ്. അധികം വലിയ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ വളരുമ്പോൾ എനിക്ക് അത് രഹസ്യമായ എന്റെ സന്തോഷമായിരുന്നു. അധികം ഫെസിലിറ്റീസ് ഒന്നും വരല്ലേ
ഫാക്ടറീസ് ഒന്നും വരില്ലേ, പൊല്യൂഷൻ ഒന്നും വരില്ലേ. ഇപ്പം വയനാട്ടിലോട്ട് ഞാൻ ഇടയ്ക്കൊക്കെ വയനാട്ടിലോട്ട് പോവാറില്ല. അധികം പോവാൻ പറ്റാറില്ല. പക്ഷെ പോകുന്ന സമയത്ത് വയനാട്ടില് ഫുൾ റോഡ് മുഴുവൻ ഹോട്ടൽസാണ്. ടൂറിസം ഭയങ്കരമായിട്ട് കൂടിയതുപോലെ തോന്നുന്നുണ്ട്. നമ്മള് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് മേളിൽ കൂടെ നമ്മുടെ ഇതൊക്കെ പോകുന്നുണ്ടാവും. റോപ്പ് വേ ഒക്കെ പോകുന്നുണ്ടാവും. റൈറ്റ്. വേറെ സ്ഥലത്ത് നമ്മുടെ ഗോ കാർട്ടിംഗ് ഒക്കെ ഉണ്ട് വയനാട്ടിൽ. വയനാട്ടിൽ എന്തിനാണ് ഗോ കാർട്ടിംഗ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ കുറച്ച് സെൽഫിഷ് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഞാൻ ഗോ കാർട്ടിംഗ് വേണമെങ്കിൽ എറണാകുളത്ത് വരുന്നതുകൊണ്ട് വയനാട്ടിലെ ആൾക്കാർക്ക് ഗോ കാർട്ടിംഗ് വേണ്ടാന്നുള്ളതല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള വയനാടിന്റെ ആ ഒരു പലപ്പോഴും തേയിലയും നല്ല മരങ്ങളും തണുപ്പും മഞ്ഞും ഉള്ള വയനാടിന്റെ ആ ഒരു പിക്ചർ മെല്ലെ മെല്ലെ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു. കൂടുതൽ ഇൻഡസ്ട്രിയും കൂടുതൽ സാധനമൊക്കെ വരുന്ന പോലെ തോന്നുന്നു. അപ്പം ഒരു സ്ഥലം സിറ്റിയായി മാറുമ്പോ ആം, അവിടുത്തെ ആ എൻവയൺമെന്റ് പ്രശ്നം ഭയങ്കര കൂടുതലല്ലേ. ഇപ്പൊ ഡൽഹിയിൽ ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിലായിരുന്നു റീസെന്റ് നമ്മള് ദീപാവലിയുടെ സെലിബ്രേഷൻ കാരണം സിറ്റീസിലുണ്ടാവുന്ന പൊല്യൂഷനെ പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അപ്പം ഈ പൊല്യൂഷന്റെ പ്രശ്നം ഭയങ്കര പ്രശ്നമല്ലേ സിറ്റീസിൽ. അപ്പൊ സിറ്റീസ് ഭയങ്കര പൊല്യൂട്ട് ആവുമല്ലേ. അപ്പൊ കൂടുതൽ സിറ്റീസ് എന്നല്ല എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മുടെ ലങ്സ് ഒക്കെ കേടാവുകയല്ലേ, അല്ലെങ്കിൽ കൂടുതൽ പൊല്യൂഷൻ സംഭവിക്കുകയല്ലേ. അപ്പൊ അതെങ്ങനെയാണ് ഒരു ഒരു സിറ്റീസ് നല്ലതാണെന്ന് നമുക്ക് ഈ ഒരു എൻവയൺമെന്റിനെ നശിപ്പിക്കുന്ന കോണ്ടെക്സ്റ്റിൽ പറയാൻ പറ്റും. ഇപ്പൊ കൊച്ചി എടുത്താൽ തന്നെ കൊതുകിന്റെ മേളയാണ്. നമ്മുടെ മിക്കവാറും സീവേജ് സിസ്റ്റം മുഴുവൻ കെട്ടിക്കിടക്കുകയാണ്, അതിനകത്ത് കൊതുക് വളരെയാണ്. അപ്പം ബാംഗ്ലൂർ എടുക്കുകയാണെങ്കിൽ ട്രാഫിക് ആണ്. അപ്പം അത് കാരണമുള്ള എമിഷൻസിന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഈ എൻവയൺമെന്റിന് ചിന്തിച്ചു നോക്കുമ്പോൾ എങ്ങനെയാണ് സിറ്റീസ് നല്ലതെന്ന് പറയാൻ പറ്റുക? എടാ, നീ പറഞ്ഞ ഒരു വാലിഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റികൾ എല്ലാം ഇന്ത്യയിലാണ്. Yeah. അപ്പോൾ സിറ്റികളിലുള്ള പൊല്യൂഷൻ ഭയങ്കര വലിയൊരു പ്രശ്നമാണ്. പക്ഷെ നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ഒരു 4 വലിയ സിറ്റി വന്നു കഴിഞ്ഞാൽ വയനാട് പിന്നെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാരണം വയനാട്ടിലവർക്കൊക്കെ ഈ സിറ്റിയിൽ ജോലി കിട്ടും. അവർക്ക് കൊച്ചിയിൽ പോയി വർക്ക് ചെയ്യാം. വയനാട്ടിൽ ചിലപ്പോൾ പുതിയൊരു കമ്പനി വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പുതിയൊരു ഇൻഡസ്ട്രി വരേണ്ട ആവശ്യം ഉണ്ടാവില്ല വയനാട്ടിലുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ Mm, നോക്കുമ്പോൾ സിറ്റികളാണ് ചിലപ്പോൾ എൻവയൺമെന്റ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം mm, ഒരു വലിയ സിറ്റി കേരളത്തിലുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഇപ്പൊ കൊച്ചിയുടെ ഡെൻസിറ്റി ഒക്കെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ, വളരെ കുറവാണ്. 7,000 പേരൊക്കെയാണ് കിലോമീറ്റർ സ്ക്വയറിലൊക്കെ ഉണ്ടാവുക. ബാംഗ്ലൂരിന്റെ ഒക്കെ 20,000 പേരാണ് ഒരു കിലോമീറ്റർ സ്ക്വയറിലുള്ളത്. mm, ടോട്ടൽ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു കൊച്ചിയുടെ 40 ലക്ഷമോ അങ്ങനെ എന്തൊക്കെയാണ് പോപ്പുലേഷൻ വരുന്നത്. ബാംഗ്ലൂരിന്റെ 1.5 കോടിയാണ്. അപ്പൊ mm, കൊച്ചിക്ക് വേണമെങ്കിൽ ഇനിയും വലുതാവാം. mm, ഇനിയും ചുറ്റുമുള്ള സ്ഥലങ്ങൾ എടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി വലിയ ബിൽഡിങ്സ് വന്നിട്ടോ കൂടുതൽ mm, പേരെ, കൂടുതൽ കമ്പനികളെ കൊണ്ടുവരാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ വയനാട് പുതിയൊരു കമ്പനി വരേണ്ട ആവശ്യം ഉണ്ടാവില്ല, കൊച്ചിയിൽ വന്നാൽ മതി. mm, പക്ഷെ കൊച്ചിയിലുള്ള പൊല്യൂഷൻ പ്രശ്നമാണ്. പക്ഷെ എനിക്ക് mm, തോന്നുന്നു അതുവഴി വയനാട് പുതിയൊരു കമ്പനി വരാത്തപ്പോ ആ, വയനാടുള്ള പൊല്യൂഷൻ ചിലപ്പോൾ കുറയായിരിക്കും, കൊച്ചിയിൽ ഒരു പുതിയ കമ്പനി വരുമ്പോൾ വയനാട് വരാതെ. mm, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എൻവയൺമെന്റ് നല്ലത് സിറ്റീസ് ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് വേറെ കുറെ സ്റ്റഡീസും ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ന്യൂയോർക്കിലാണ് ഏറ്റവും കുറവ് പെർ ക്യാപിറ്റ എമിഷൻസ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ന്യൂയോർക്ക് അത്രയും വലിയ സിറ്റിയാണ്, വലിയ വലിയ ബിൽഡിങ്സ് ഉള്ള ചെറിയൊരു സ്ഥലത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ആൾക്കാരൊക്കെ യൂഷ്വലി പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നടന്നിട്ട് ജോലിക്ക് പോകും. കാരണം mm, അടുത്തടുത്തുള്ള സ്ഥലത്താണ് എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റ്സും എല്ലാ കമ്പനികളും ഒക്കെ വർക്ക് ചെയ്യുന്നത്. mm, അപ്പോ അധികം വണ്ടി ഓടിച്ച് പോകേണ്ട ആവശ്യമില്ല ന്യൂയോർക്കിൽ എന്നൊക്കെ ഞാൻ mm, വായിച്ചിട്ടുണ്ട്. അപ്പോൾ പെർ ക്യാപിറ്റ ഗ്യാസിന്റെ എമിഷൻ ഒക്കെ കുറവ് ന്യൂയോർക്കിലാണ് യു എസിലെ സിറ്റീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. mm, അപ്പോൾ പെർ ക്യാപിറ്റ എന്ന് പറയുമ്പോൾ ഒരാൾ സ്പെൻഡ് ചെയ്യുന്ന ഗ്യാസിന്റെ എമിഷൻസ്. mm, അങ്ങനെ നോക്കുമ്പോൾ സിറ്റീസ് ആണ് കുറച്ചും കൂടി എൻവയൺമെന്റ് ഫ്രണ്ട്ലി എന്നുള്ളതാണ് എനിക്ക് തോന്നാറുള്ളത്. സിറ്റീസിലുള്ള പൊല്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യണം. അത് അഡ്രസ് ചെയ്യണ്ടെന്നല്ല. ഇപ്പൊ ഇന്ത്യൻ mm, സിറ്റീസ് ഒക്കെ കംപ്ലീറ്റ്ലി കൊളായി കിടക്കുകയാണ് പൊല്യൂഷന്റെ mm, കാര്യത്തിലുമൊക്കെ. പക്ഷെ mm, നമുക്ക് കുറച്ചും കൂടി ആ സിറ്റീസിൽ ഫോക്കസ് ചെയ്താൽ മതി. ഇപ്പൊ mm, ഡൽഹിയിലെ പൊല്യൂഷൻ നമ്മൾ എങ്ങനെയെങ്കിലും അഡ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് തന്നെ കുറെ അധികം കാര്യങ്ങൾ സോൾവ് ചെയ്യും, കുറെ പേരുടെ ജീവിതം മാറ്റിമറിക്കും. mm, ഇപ്പൊ ഡൽഹി ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ചുറ്റുള്ള യു പിയിൽ വലിയ സിറ്റി വരേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഹരിയാനയിൽ വലിയ സിറ്റി വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം mm, അവർക്കൊക്കെ ജോലി കൊടുക്കുന്ന ഒരു സാധനം ഡൽഹിയിൽ ഓൾറെഡി ഉണ്ട്. mm, അതേപോലെ തന്നെ ഇപ്പോ വയനാട്ടിലെ പൊല്യൂഷനാണ് നമ്മളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചി കുറച്ചും കൂടി വലുതാവുന്നതായിരിക്കും അതിന് നല്ലത്. mm, പക്ഷെ അപ്പോഴും നമ്മൾ കൊച്ചിയുടെ കൊതുകിന്റെ പ്രശ്നവും കൊച്ചിയുടെ പൊല്യൂഷനും ഒക്കെ അഡ്രസ് ചെയ്യണം. mm, അതിനാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് സിറ്റിയിൽ കുറെ പേരുണ്ട്, കുറെ ബുദ്ധി ഉള്ള ആൾക്കാരാണ് വരുന്നത്. അവരുടെ mm, കുറെ ഐഡിയാസ് ഉണ്ട്, അവർക്ക് കുറെ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്.
ഉം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സിറ്റിയിലെ പൊല്യൂഷനും പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ചു കാലം മുന്നേ സിംഗപ്പൂർ പോയിരുന്നു. ഉം. സിംഗപ്പൂർ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസ് ഏറ്റവും ഡെൻസിറ്റി കൂടിയ രാജ്യങ്ങളിലൊന്നാണ് സിംഗപ്പൂർ. ഉം. ഉം. പക്ഷെ സിംഗപ്പൂരിലെ പൊല്യൂഷൻ അത്രക്കും പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കൊതുകിന്റെ ഉം. പ്രശ്നം അത്രയും തോന്നിയിട്ടില്ല. ഉം. ക്ലീൻ സ്ഥലങ്ങളാണ്. വേസ്റ്റിന്റെ പ്രശ്നം തോന്നിയിട്ടില്ല. കുടിവെള്ളത്തിന്റെ പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പൊ സിംഗപ്പൂർ എന്തൊക്കെയോ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഉം. അപ്പൊ നമ്മള് സിറ്റികൾ ഉണ്ടാക്കുന്നത് വഴി കേരളത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് കാരണം കേരളത്തില് പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് മിക്കവാറും വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടം ഉം. മേഖലയൊക്കെ. അപ്പൊ ഉം. നമ്മൾക്ക് ആക്ച്വലി ഇവിടെയൊന്നും പോയിട്ട് പുതിയൊരു കമ്പനി തുടങ്ങാനോ വലിയ ഇൻഡസ്ട്രികൾ വരാനോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉം. അപ്പോ ഇപ്പോ ഉള്ള സിറ്റികളിൽ മാക്സിമം ഇങ്ങനത്തെ കമ്പനികളും ജോലി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊണ്ടുവരിക. അതുവഴി നമ്മളുടെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ അധികം നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഉപയോഗിക്കാതെ വെക്കാം. അപ്പൊ അതുവഴി ഉം. എനിക്ക് തോന്നുന്നു വയനാട് അപ്പോ കുറച്ചും കൂടി പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് കൊച്ചി വികസിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിക്ക് അതിന്റെ Yeah, yeah. പൊട്ടൻഷ്യൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു ബാംഗ്ലൂരിന്റെ ലെവൽസ് ഒന്നും എത്തിയിട്ടില്ലെങ്കിലും ഏഹ്, ഇപ്പോഴത്തെ സൈസ് ഡബിൾ ചെയ്യുക, കുറച്ചും കൂടി പുതിയ ഐ ടി കമ്പനികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. Yeah. അതിനൊക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോ നമ്മള് നമുക്കത് ഇനിയും ഡിസ്കസ് ചെയ്യാം. പക്ഷെ എന്റെ ഒരു ഉം. ഐഡിയ അതാണ്. കാരണം ആഹ്, കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് സിറ്റികൾ ബിൽഡ് ചെയ്യാൻ നോക്കുക. അതായിരിക്കും ഉം. എൻവയോൺമെന്റിന് നല്ലത് എന്നുള്ളതാണ്. Got it. Yeah. Okay. ഞാനപ്പോ ചെറുപ്പത്തില് വയനാട് അധികം ഡെവലപ്പ് ചെയ്യേണ്ട, വേറെ സ്ഥലങ്ങൾ ഡെവലപ്പ് ചെയ്തെന്ന് ചിന്തിച്ച ഐഡിയ ആക്ച്വലി ശരിയാണ്. നല്ലതായിരുന്നു അല്ലേ? അതെ, അന്ന് അതെ. മുതലേ ഞാൻ പബ്ലിക് പോളിസി ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. യാഹ്. എനിവേ നമുക്കപ്പം നമ്മൾ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കേരളത്തിലെ സിറ്റീസിനെ പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിച്ചാലോ? കേരളത്തിന്റെ അർബനൈസേഷനെ പറ്റി, റൈറ്റ്? നമ്മള് ഗ്ലോബലി എനിക്ക് തോന്നുന്നു 2020 ഒരു റിപ്പോർട്ട് വന്നിരുന്നു എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റ്. ഞങ്ങൾ ഈ പറയുന്ന ബുക്സിന്റെയും റിപ്പോർട്ട്സിന്റെ എല്ലാം ലിങ്ക്സ് ഞങ്ങള് ഷോ നോട്ട്സിൽ ഇടുന്നതായിരിക്കും. ആനന്ദ് കുറെ സിറ്റീസിനെ പറ്റിയുള്ള ബുക്സിന്റെ കാര്യം പറഞ്ഞു. ഇതെല്ലാം ഷോ നോട്ട്സിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് വായിക്കാം. ആം, അപ്പം കേരളത്തിനെ പറ്റി എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റിന്റെ റിപ്പോർട്ട് വന്നത് 2020 വന്നപ്പോ ലോകത്തെ തന്നെ ടോപ്പ് 10 ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റീസിൽ 3 കേരളത്തിലാണ്, റൈറ്റ്? മലപ്പുറവും കോഴിക്കോടും കൊല്ലവും ആയിരുന്നു. ഏറ്റവും വലിയ സിറ്റീസ് അല്ല, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സിറ്റീസ്, സ്പീഡിൽ വളരുന്ന സിറ്റീസ്, റൈറ്റ്? മലപ്പുറം, കോഴിക്കോടും കൊല്ലമായിരുന്നു, റൈറ്റ്? അപ്പം കേരളം റീസെന്റ് 2040 കേരളത്തിന്റെ അർബണൈസേഷൻ പ്ലാൻ ഒക്കെ ഗവൺമെന്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ കേരളം ഭയങ്കര സ്പീഡിൽ അർബണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ് ആണ്, റൈറ്റ്? ഇപ്പൊ കേരളത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കേരളത്തെ പറ്റി പറയുന്നത് കേരളത്തിൽ അർബണും റൂറലും ഇല്ല അധികം. കേരളം കൂടുതലും റർബൺ ആണ്, റൈറ്റ്? അർബൺ റൂറൽ ഒരു മിക്സ് ആണ്, റൈറ്റ്? ഇപ്പൊ നമ്മള് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോവുകയാണെങ്കിൽ നമ്മൾക്കൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഗ്യാപ്പിൽ നമുക്ക് നല്ല ഹോട്ടലുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ സെയിം ട്രാവൽ നമ്മളിപ്പോ കർണാടകയിലോ യു പിയിലോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ ടൗൺ ഉണ്ടാവും, അവിടെ കുറെ സാധനങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ കിലോമീറ്ററുകൾ പോയാലാണ് അടുത്തത് കിട്ടുക. ഒരു 30, 40, 50, ചിലപ്പോൾ 100 കിലോമീറ്റർ പോയാലാണ് അടുത്ത ഒരു നല്ല സ്ഥലം നമുക്ക് കിട്ടുക, റൈറ്റ്? അപ്പം കേരളത്തിൽ ആ പ്രശ്നമില്ല. നമുക്ക് എല്ലാ സ്ഥലത്തും അത്യാവശ്യം വലിയ ടൗണുകൾ, അത്യാവശ്യം നല്ല ഹോട്ടലുകൾ, അത്യാവശ്യം ഫെസിലിറ്റികൾ എല്ലായിടത്തും ഇങ്ങനെ ചെതറിച്ചേറി നമുക്ക് നിൽക്കുന്നുണ്ട്, റൈറ്റ്? അപ്പം എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും അത്യാവശ്യം വലിയൊരു ടൗൺ ഉണ്ട്. അപ്പം നമ്മൾ അർബൺ ആയ ഒരു സ്റ്റേറ്റ് ആണ്, റൈറ്റ്? അപ്പം അപ്പം കേരളത്തിന്റെ അർബണൈസേഷൻ ഇപ്പൊ കൊച്ചി ഭയങ്കര വലുതല്ല. അത്രയും വലുതാണ് തിരുവനന്തപുരം. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അത്രയും വലുതാണ്. അല്ലെങ്കിൽ കോഴിക്കോട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വലിയ വലിയ പല സിറ്റീസ് ഉണ്ട് ചെറിയൊരു സ്റ്റേറ്റ് ആയിട്ട്, റൈറ്റ്? അപ്പം ഇതാണ് കേരളത്തിന്റെ ഒരു ജനറൽ മേക്കപ്പ്. ആൻഡ് സ്പീഡിൽ അർബണൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർബണൈസ് ചെയ്യാനാണ് ഗവൺമെന്റ് പറയുന്നത്, എനിക്ക് തോന്നുന്നു. അപ്പം എന്താണ് ഇതൊരു നല്ല മോഡലാണോ? എന്താണ് ആനന്ദിന്റെ അഭിപ്രായം? അർബനൈസേഷൻ എന്ന് പറഞ്ഞ ഐഡിയനോടും വലിയൊരു ഇതൊന്നുമില്ല. കാരണം ഉം, നമ്മളുടെ ലക്ഷ്യം എല്ലാ വില്ലേജും അല്ലെങ്കിൽ എല്ലാ ഗ്രാമവും വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാവരുത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഇത്രയും നേരം പറഞ്ഞതുപോലെ നമ്മൾ സിറ്റികൾ വലുതാക്കുന്നത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും ഗുണം ഉള്ളത്. ഉം. എനിക്ക് തോന്നുന്നു നമ്മളൊരു 10 ഗ്രാമം അത്യാവശ്യം ഒരു ടൗൺ ലെവലിലേക്ക് എത്തിക്കുന്നതിനേക്കാളും നല്ലത് കൊച്ചിയുടെ സൈസ് ഡബിൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഉം. അതാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തരിക, കൂടുതൽ പേരെ ഒരുമിച്ച് കൊണ്ടുവരിക. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ അഡ്വാൻറ്റേജസും വർക്ക്ഔട്ട് ആവുന്നത് അങ്ങനെയാണ്. ഉം. കേരളത്തിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു ഒരു 4 5 വലിയ സിറ്റി ഉണ്ടെങ്കിൽ തന്നെ കേരളത്തിലുള്ള എല്ലാ പോപ്പുലേഷനെയും ആ സിറ്റിയിൽ തന്നെ കൊള്ളിക്കാൻ പറ്റും. അത്ര പോപ്പുലേഷൻ നമുക്കുള്ളൂ. അപ്പോ ഉം. ഏഹ്, എല്ലാ ജില്ലയിലും ഓരോ സിറ്റി വേണം, അല്ലെങ്കിൽ എല്ലാ ജില്ലയിലും ഒരു വലിയ ടൗൺ ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രയും പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അഗെയിൻ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻവയോൺമെന്റിന്റെ പ്രശ്നം ആ 14 ജില്ലകളിലും വരുന്നതാണ്. ഉം. അതിനേക്കാളൊക്കെ നല്ലത് നമ്മൾ
ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്യാതെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് വലിയൊരു സിറ്റി കൊണ്ടുവരിക. ഉം, കൊച്ചി മാത്രം വികസിപ്പിക്കണം എന്നല്ല. ഇപ്പൊ സോനൽ പറഞ്ഞ പോലെ കോഴിക്കോടും ചിലപ്പോൾ വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റി ആയിരിക്കും. കൊല്ലം ഉം, അങ്ങനെയായിരിക്കും. ഉം, പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു 4 5 വലിയ സിറ്റികൾ നമ്മൾ എന്തായാലും കേരളത്തിൽ ഉണ്ടാക്കണം. ഉം, ആഹ് ആ സിറ്റികളായിരിക്കണം കേരളത്തിന്റെ പുരോഗതി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും എല്ലാം സഹായകരമാവുക എന്നുള്ളതാണ് എന്റെ വിശ്വാസം. ഉം. യാഹ്! എനിക്ക് തോന്നുന്നു നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം എല്ലാ ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിലുള്ള എംഎൽഎക്ക് അവിടുത്തെ സിറ്റി വലുതാക്കണമെന്നും അങ്ങനത്തെ ഒരു ആഗ്രഹമായിരിക്കുമല്ലോ ഉണ്ടാവുക. ആൻഡ് അവരുടെ ആഗ്രഹം വളരെ നല്ല ഇന്റൻഷനാണ്, തെറ്റൊന്നുമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആസ് എ സ്റ്റേറ്റ് നമ്മുടെ ഒരു പ്ലാനിനകത്ത് വലിയ സിറ്റീസ് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ കമ്പനികൾ അവിടെ വരാനും കൂടുതൽ കോൺസെൻട്രേഷൻ ഓഫ് ടാലന്റ് ഉണ്ടാവാനും അന്ന് നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഒക്കെ വരാനും ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി ആയ കേരളം പോലെ അങ്ങനെ നിൽക്കാനും ആയിരിക്കാം ഒരുപക്ഷെ നല്ലത്. ആഹ് പക്ഷെ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യാതെ പോയൊരു പോയിന്റ് ഉണ്ട്. ഇപ്പം നമ്മൾ റീസെന്റ്ലി ന്യൂയോർക്കിൽ മേയർ ഇലക്ഷൻ നടന്നിരുന്നു. സൊറാൻ മംദാനിനെ പറ്റിയുള്ള ഇലക്ഷൻ. അത് ഭയങ്കര ഹൈപ്പായിരുന്നു ആ ഇലക്ഷനെ പറ്റി. ഒരു സിറ്റിയുടെ മേയറിന്റെ ഇലക്ഷനാണ്, റൈറ്റ്? അതേപോലെ ലണ്ടനിലെ മേയറിനെ പറ്റിയുള്ള കോട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ഇന്ത്യയിലുള്ള പല മേയറുടെയും പേര് പോലും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ താമസിക്കുന്ന സിറ്റിയിലെ മേയർ ആരാന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. പുള്ളിക്ക് വലിയ പവർ ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞൂടാ, റൈറ്റ്? നമ്മൾ പലരും മേയർ എന്നൊരു സാധനം ഉണ്ടെന്ന് അറിയുന്നത് ആഷിഖ് കപൂറിന്റെ ദാത്തടിയെ കണ്ടപ്പോഴാണ്. മേയർ എന്നൊരു സാധനം ഉണ്ടെന്ന് അറിയുന്നത്, റൈറ്റ്? അപ്പോ ഈ നമ്മുടെ മേയേഴ്സിനൊന്നും അധികം പവർ ഇല്ല. സിറ്റി ഗവൺമെന്റ്സിന് അധികം പവർ ഇല്ല, റൈറ്റ്? എന്റെ അഭിപ്രായത്തിൽ സിറ്റീസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സിറ്റി സിറ്റി ഗവൺമെന്റ്സിന് കുറച്ചും കൂടെ പവേഴ്സ് ആവശ്യമുണ്ട്. അതിനെക്കാട്ടും ഉപരി അവർക്ക് ഫണ്ട്സ് ആവശ്യമുണ്ട്. അവർക്ക് ആ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന് വർക്ക് ചെയ്യാനുള്ള ഓട്ടോണമി, അവർക്കൊരു ഫ്രീഡം, അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് വേണം. അപ്പം അതും കൂടി എനിക്കൊരു പോയിന്റ് ആയിട്ട് തോന്നുന്നു. എന്താ തോന്നുന്നത് അല്ലേ? നീ പറഞ്ഞ കറക്റ്റാണ്. അത് നമ്മള് ചൈനയായിട്ടൊക്കെ കമ്പയർ ചെയ്യാറുണ്ട് ഇതില്. ആഹ് അപ്പൊ നമ്മുടെ ഞാൻ അഗെയിൻ പ്രണയ് കൊട്ടസ്ഥാൻ എന്ന് പറഞ്ഞ തിങ്കറിനെ പറ്റിയിട്ട് തന്നെ പറയാണ്. പുള്ളി പറയാറുണ്ട് ഇന്ത്യ കമ്പീറ്റ് ചെയ്യുന്നത് ചൈനക്കെതിരെയല്ല, ചൈനയിലുള്ള 100 സിറ്റീസിന് എതിരെയാണെന്നൊക്കെ പറയാറുണ്ട്. അവിടെയുള്ള ഓരോ സിറ്റിയിലും ഈ പറഞ്ഞതുപോലെ മേയറിന് ഭയങ്കര പവേഴ്സാണ്. അവർക്ക് സ്വന്തമായിട്ടുള്ള നിയമം കൊണ്ടുവരാം. നമ്മളത് ആലോചിക്കില്ല ചിലപ്പോ. ചൈന എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം, ഉം, എല്ലാം ഷി ജിൻപിങ് തീരുമാനിക്കുന്ന പോലെ നടക്കും എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ആലോചിക്കുന്നത്. പക്ഷേ ഉം, അവിടെയുള്ള ഓരോ സിറ്റിയിലെ മേയറിനും അത്യാവശ്യം നല്ലോണം പവേഴ്സ് ഉണ്ട്. അവിടെ ഉം, എന്തൊക്കെ കമ്പനികൾ കൊണ്ടുവരണം, എന്തൊക്കെ ടാക്സ് സിസ്റ്റം കൊണ്ടുവരണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യാനുള്ള പവർ ഓരോ മേയറിനും കൊടുത്തിട്ടുണ്ട്. ഉം, അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഷാങ്ഹായും ബീജിംഗ് ഒക്കെ കമ്പീറ്റ് ചെയ്യാണ്. അവിടെ ഷാങ്ഹായിൽ കൂടുതൽ കമ്പനികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷനോ ഒന്നും നടക്കുന്നില്ല. നമ്മളുടെ മേയറുകളൊക്കെ പവർലെസ് ആണ്. എനിക്ക് ഉം, തോന്നുന്നില്ല മേയർ എന്താണ് ഒരു ദിവസം ചെയ്യുന്നതെന്നുള്ള പണി എന്താണെന്ന് പോലും എനിക്കറിയില്ല. കാരണം മുനിസിപ്പൽ കമ്മീഷണർ എന്ന് പറഞ്ഞുള്ള ഒരാളാണ്, ഒരു ഐഎഎസ് ഓഫീസർ ആയിരിക്കും മിക്കവാറും. പുള്ളിയായിരിക്കും ഉം. മിക്കവാറും വർക്കൊക്കെ ചെയ്യുന്നുണ്ടാവുക. പ്ലാനിങ്ങും ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ മേയർ എന്താണ് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയില്ല സാധാരണ സിറ്റിസൺസ് എന്നുള്ള രീതിയിൽ. അപ്പൊ Yeah. അതൊരു പ്രശ്നമാണ്. നമ്മൾ ഇതിനെ പറ്റിയിട്ട് റീസെന്റ് ഒരു ആർട്ടിക്കിളും എഴുതിയിരുന്നു. ഇന്ത്യൻ സിറ്റികൾ ഉം, ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ yeah. അതും എന്തായാലും ഷോ നോട്ട്സിൽ ലിങ്ക് ചെയ്യാം. അതും നിങ്ങൾ വായിക്കുന്നതിനെ കൊണ്ട് കുറച്ച് പുതിയ ഐഡിയാസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഉം. ഓൾറൈറ്റ്. അപ്പം സിറ്റീസിന്റെ അഡ്വാൻറ്റേജിനെ പറ്റി നമ്മൾ പല കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചു. സിറ്റീസ് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജസ്, സിറ്റീസിലുള്ള പോവർട്ടി, എൻവയൺമെന്റലിസം, അങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചു. നിങ്ങൾക്കും ഇതിനെപ്പറ്റി ഐഡിയാസോ എതിരഭിപ്രായങ്ങളോ പുതിയ ഐഡിയാസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിൽ രൂപപ്പെടുത്താം. നമുക്ക് വേറൊരു എപ്പിസോഡിൽ അതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ സംസാരിക്കാൻ ഒരു പ്രചോദനമായി തീരും. ഓൾറൈറ്റ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയും നേരം ഞങ്ങളോട് കേട്ടിരുന്നതിന് നന്ദി. വീണ്ടും വേറൊരു എപ്പിസോഡുമായിട്ട് നിങ്ങളെ വീണ്ടും ഒരിക്കൽ കൂടി കാണാം. താങ്ക് യു. ബൈ. താങ്ക് യു. ബൈ.